ഒരു വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. വിശുദ്ധ അപ്പോസ്തലൻ യോഹന്നാന് ഉണ്ടായ വെളിപ്പാട് 22 അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. വീഥിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷം ഉണ്ട്. അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിൻ്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. യാതൊരു ശാപവും ഇനി ഉണ്ടാകയില്ല. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിൽ ഇരിക്കും. അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവർ അവൻ്റെ മുഖം കാണും. അവൻ്റെ നാമം അവരുടെ നെറ്റിയിൽ ഇരിക്കും. ഇനി രാത്രി ഉണ്ടാകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ, ഞങ്ങൾ അങ്ങയുടെ പാദാന്തികം അണയുന്നു. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉള്ളത് അറിയുന്നു. ഈ ദിനങ്ങൾ ശക്തിമത്തായ ദൈവിക സന്ദേശം നൽകണമേ. അകത്തും പുറത്തും ഇരിക്കുന്നവരോട് അങ്ങയുടെ വചനം ഇടപെട്ടുകൊണ്ടിരിക്കണമേ. ഞാൻ ഉയർത്തപ്പെട്ടാൽ സകലരും എങ്കിലേക്ക് ആകർഷിക്കപ്പെടും എന്നറിയവനെ, അങ്ങ് മാത്രം ഉയരുന്ന വേദിയാകട്ടെ. ബാക്കിയൊക്കെ അപ്രസക്തമാകട്ടെ. ഉയർത്തപ്പെടേണ്ടവൻ അങ്ങാകയാൽ ഞങ്ങൾ ആ മഹത്തര നാമത്തെ ഉയർത്തിക്കൊണ്ടേയിരിക്കാൻ, അങ്ങക്ക് സ്തുതി കരറ്റിക്കൊണ്ടിരിക്കാൻ അങ്ങ് കൃപ ചെയ്യണം. ഇനി വചനം കേൾക്കുന്നവരുടെ മീതെ നിൻ്റെ സാന്നിധ്യബോധമുണ്ടാകണം. അങ്ങയുടെ സന്നിധിയിലേക്ക് താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പാപാർണവത്തിലാദിയോടലഞ്ഞുഴന്ന പാവിയെ കോപാഗ്നിയിൽ പതിക്കുവാൻ അടുക്കലായ ദോഷിയെ, കോപാഗ്നിയിൽ പതിക്കുവാൻ അടുക്കലായ ദോഷിയെ, തിരഞ്ഞണഞ്ഞ നാഥനേ മനം തെളിഞ്ഞു മോദമാ സ്തുതിച്ചിടാം. തിരഞ്ഞണഞ്ഞ നാഥനേ മനം തെളിഞ്ഞു മോദമായി സ്തുതിച്ചിടാം. എന്നന്തരംഗമേ അവന്റെ നന്മകൾ മറപ്പതോ, എന്നന്തരംഗമേ അവന്റെ നന്മകൾ മറപ്പതോ. എന്നുള്ളമേ സ്തുതിക്ക നീ യഹോവയെ നിരന്തരം, എന്നുള്ളമേ സ്തുതിക്ക നീ യഹോവയെ നിരന്തരം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പഴയ ഗാനമാണ്. അതെഴുതിയ കർത്തൃദാസൻ ഏതാനും മിനിറ്റുകൾക്കപ്പുറത്ത് കർത്തൃ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. പാസ്റ്റർ മുട്ടം കീവരീച്ചൻ, അദ്ദേഹത്തിന് 100 വയസ്സായിരുന്നു കർത്തൃസന്നിധിയിൽ ചേരുന്നത്. ഇന്നലെ അദ്ദേഹത്തെ കാണാൻ പോയ സഹോദരങ്ങൾ ആ കിടപ്പിൽ നിശ്ചലമായി കിടക്കുന്ന ആളിൻ്റെ അരികിൽ നിന്ന് പാടുമ്പോഴും കരങ്ങൾ ചലിച്ചുകൊണ്ടിരുന്നു. പഴയ പാട്ടുകളുടെ ഊർജവും പ്രസരിപ്പും അതിൻ്റെ കുളിർമയും അതിൻ്റെ ചൈതന്യവും ഓർത്ത് സമയം കുറഞ്ഞു പോയെങ്കിലും ഞാനൊന്ന് ആമുഖം പാടി എന്നുള്ളൂ. അപ്പം നമുക്ക് ഇനി വചനത്തിലേക്ക് നേരെ പ്രവേശിക്കണം. സന്തോഷമല്ലേ? ഇവിടെ വായിച്ചത് വെളിപ്പാട് പുസ്തകത്തിലെ ഒരു വചനമാണ്. നമുക്ക് തുടങ്ങേണ്ടത് പക്ഷേ ഉൽപ്പത്തിയിൽ നിന്നാണ്. ഉൽപ്പത്തിയിൽ നിന്ന് വന്നെങ്കിലേ വെളിപ്പാടിലെത്തുന്നതിൽ അർത്ഥമുള്ളൂ. കാരണം ഉൽപ്പത്തി 1000 ചോദ്യങ്ങൾ നമുക്ക് നേരെ ചോദിച്ചിടുന്നു. ഉൽപ്പത്തി ഒട്ടേറെ പ്രശ്നങ്ങളുടെ സങ്കീർണത നമ്മുടെ മുമ്പിലേക്ക് എടുത്തിടുന്നു. അതിനെല്ലാം ഉള്ള ഉത്തരം തന്നുകൊണ്ട് വെളിപ്പാട് പുസ്തകം അവസാനിക്കുന്നു. അത്തരം ചോദ്യങ്ങളാണ് പല ഘട്ടങ്ങളിലും നമ്മൾ കേൾക്കുന്നത്, അഭിമുഖീകരിക്കുന്നത്. ഉൽപ്പത്തിയിൽ നിന്ന് മാത്രം ഒരു ചോദ്യത്തിനും ഉത്തരം കണ്ടെത്താൻ കഴിയില്ല. ബൈബിളിനെ അതിൻ്റെ സമഗ്രതയിലെടുക്കണം. സകല
സംശയങ്ങൾക്കും തിരുവെഴുത്തിൽ ഉത്തരവുണ്ട്. ഉത്തരവില്ലാത്ത ഒരു കാര്യമില്ല. ഒരു എക്സാമ്പിൾ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയാൻ വരട്ടെ, അതിലൊരു തെറ്റുണ്ട്. സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു, അതാണ് ശരി പരിഭാഷ. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത്. ഇങ്ങനെയാണ്. ആദരണീയനായ പാസ്റ്റർ കെ എബ്രഹാം ഇതേപ്പറ്റി ഏറെ പഠനം നടത്തിയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ 7 പറുദീസ എന്നൊരു ചെറിയ പുസ്തകം, അതിൽ വളരെ മനോഹരമായി ഇത് വിശദീകരിക്കുന്നുണ്ട്. ഹെവൻസ്, അതാണ് അർത്ഥം. ശരിയായി പറഞ്ഞാൽ ആകാശമല്ല ശരി, ആദിയിൽ ദൈവം സ്വർഗങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു. മൂലഭാഷയിലെ പ്രയോഗം ബെർഷിത് ബാറ അലോഹി യത് ഹാ ഷമയി വേഹ ഇററ്റ്സ്. ആദിയിൽ ദൈവം സ്വർഗങ്ങളെയും എന്നതുപോലെ നിലത്തെയും ഉളവാക്കി. ഇതാണ് ശരി പരിഭാഷ. പിന്നെ വെളിച്ചമുണ്ടാകട്ടെ, ദൈവം ഇവയൊക്കെ സൃഷ്ടിച്ചിട്ട് 2-3 ദിവസം കഴിഞ്ഞ് സൂര്യനെയും ചന്ദ്രനെയൊക്കെ സൃഷ്ടിക്കുമ്പോൾ ഒരു ചോദ്യം, സൂര്യനില്ലാതെ ചന്ദ്രനില്ലാതെ എങ്ങനെയാണ് സുഹൃത്തെ ഒരു ദിവസം ഉണ്ടാവുക? ഇത് രണ്ടും ഇല്ലാതെ എങ്ങനെയാണ് ആദ്യത്തെ 2 ദിവസം ഉണ്ടാവുക? 100 ചോദ്യങ്ങൾ കേട്ട് പിന്തിരിഞ്ഞോടണ്ട. ഉത്തരം വെളിപ്പാട് പുസ്തകത്തിലാണ്. ഹല്ലേലൂയ. നമുക്ക് സൺഡേ സ്കൂൾ അധ്യാപകരുമൊക്കെ ആ ഒരു നിലയിൽ വസ്തുതകൾ പഠിക്കണം, എന്നിട്ട് കുട്ടികൾക്ക് ഉത്തരം കൊടുക്കണം. ഈ പുസ്തകം കയ്യിലുള്ളിടത്തോളം കാലം നിങ്ങൾക്ക് തോൽവി വരില്ല ഒരു ചോദ്യത്തിൻ്റെയും മുമ്പിൽ. പിന്തിരിഞ്ഞോടേണ്ട ഗതികേട് ഈ പുസ്തകം കയ്യിലുള്ളിടത്തോളം കാലം നമുക്കുണ്ടാവില്ല. അതുകൊണ്ട് ആ വഴിക്കുമൊക്കെ ദൈവം അനുവദിക്കുന്ന പോലെ ഒന്ന് വരാം. നമുക്കിനി ഈ പ്രധാനപ്പെട്ട വിഷയത്തിലൂടെ വരാൻ വളരെ പ്രാചീനമായൊരു പ്രശ്നത്തിൻ്റെ കുരുക്കഴിച്ചുകൊണ്ട് തുടങ്ങണം. അതിനുവേണ്ടി ഒരു വാക്യം കൂടി വായിച്ച് സഹായിക്കണം. ഒരു പാസേജാണ് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 16-ാമത് വാക്യം. 4:16 4:16. അങ്ങനെ കായീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏദന് കിഴക്ക് നോദ് ദേശത്ത് ചെന്ന് പാർത്തു. അങ്ങനെ കയീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏദന് കിഴക്ക് നോദ് ദേശത്ത് ചെന്ന് പാർത്തു. കായീൻ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ചു ഹാനോക്കിനെ പ്രസവിച്ചു. അവൻ ഒരു പട്ടണം പണിതു, ഹാനോക്ക് എന്ന് തന്റെ മകന്റെ പേരിട്ടു. നിൽക്ക്, ഇവിടുന്ന് വരാവുന്നൊരു ചോദ്യമാണ്, ഈ കയ്യിൻ്റെ ഭാര്യ ആരാ എന്നൊരു ചോദ്യം. അതിനൊക്കെ ഉത്തരം പണ്ടേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. പക്ഷെ ചിലർ ശ്രദ്ധിക്കാത്ത അതിലും വലിയൊരു ചോദ്യം അവിടെ കിടക്കുന്നു. നമ്മുടെ അറിവനുസരിച്ച് ആദം, ഹൗവ, കയീൻ ഭാര്യ, ഇപ്പോൾ ഒരു മകൻ, കൂടാതെ ശേത്തിനെ കൂടെ കൂട്ടിക്കോ, എല്ലാം കൂടെ കൂട്ടിയൊരു 6-7 പേര്. അടുത്ത വചനം പറയുക, കയീൻ ഒരു പട്ടണം പണിതു. 7 പേര് കൂടിയിട്ട് ഒരു പട്ടണം പണിയോ? 7 പേർക്ക് വേണ്ടി ഒരു പട്ടണം ഉണ്ടാവോ? എന്താ ഈ പട്ടണം? തിരക്കേറിയ വീഥി, മോട്ടോർ വാഹനങ്ങളല്ലെങ്കിലും അന്നത്തെ വാഹനം, കടകമ്പോളങ്ങൾ, ഇതൊക്കെ ഉള്ളത് ഒരു പട്ടണം. 7 പേർക്കൊരു പട്ടണമോ? ഈ ചോദ്യം പലരും ചോദിച്ചിട്ടില്ല. മിക്കവാറും ആളുകൾ കയ്യിൻ്റെ ഭാര്യയെക്കുറിച്ചുള്ള ഒരാകുലതയിലാണ്. ഒരു കാര്യം ഉറപ്പാ, കയ്യിൻ്റെ ഭാര്യ ഉണ്ടാകുന്നു, നമ്മളത്രേ അറിഞ്ഞാൽ മതി. വല്ലവൻ്റെ കാര്യം അതിൽ കൊള്ളുമെന്ന് അറിയേണ്ട ആവശ്യം നമുക്കില്ല എന്നെ സംബന്ധിച്ചോളം. അതുകൊണ്ട് ഉത്തരവില്ലാഞ്ഞിട്ടല്ല, അതിൽ ഉത്തരവുണ്ടല്ലോ, നിങ്ങൾക്കറിയാം. അടുത്തത്, ഈ 7 പേർക്ക് വേണ്ടി പട്ടണമുണ്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം നമുക്കറിയാവുന്ന 7 പേരുടെ പേരെ ഇതിലുള്ളൂ. ആദം 930 സംവത്സരം ജീവിച്ചിരുന്നു, പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. മക്കളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, അവരുടെ മക്കളൊക്കെ ഉണ്ട്, വലിയ ജനാവലി. ഈ കാലത്തിനിടയ്ക്ക് കയീൻ ഹാബേലിനെ വധിക്കുന്നു. വധിക്കപ്പെട്ട ഹാബേലിൻ്റെ സ്ഥാനത്ത് പകരം ദൈവം ഒരു മകനെ കൊടുക്കുന്നു, ശേത്ത്. ഇനി അപ്പുറത്ത്
കയീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പോയി. അവനും ഒരു തലമുറയുണ്ടാകുന്നു. ആ തലമുറയിൽ കയീൻ്റെ മകൻ്റെ പേര് ഹാനോക്ക് എന്നാണ്. ഇതേ പേരുള്ള ഒരു ദൈവദാസനെ നമുക്കറിയാം. ആദാം മുതൽ 7ാമനായ ഹനോക്ക്. ആ ഹനോക്ക് ഈ കയീനിലൂടെയല്ല, ശേത്തിലൂടെ. പേരൊരുപോലെ ഇരിക്കും, വ്യത്യാസമുണ്ട്. കയീനൊരു പട്ടണം പണിതിട്ട് ആ പട്ടണത്തിന് പേരിട്ടു തൻ്റെ മകൻ്റെ പേര് ഹാനോക്ക്. ഇതാണ് ചരിത്രത്തിലെ ആദ്യത്തെ നഗരം അല്ലെങ്കിൽ പട്ടണം. മനുഷ്യൻ സംസ്കാരം, നാഗരികത, സിവിലൈസേഷൻ എന്നൊക്കെ പറയുന്ന സംഭവ വികാസങ്ങളുടെ തുടക്കം കയീൻ്റെ വഴിയിൽ നിന്നാണ്. കയീൻ്റെ മകൻ്റെ പേരാണ് ആദ്യത്തെ പട്ടണത്തിന്. അതേസമയത്ത് ശേത്തിന് ജന്മം കൊടുത്ത ആദമിൻ്റെ വംശാവലിയിൽ ഒരു കാര്യം കാണുന്നു. ശേത്തിൻ്റെ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. അപ്പോൾ ശേത്തിൻ്റെ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന. അപ്പോൾ ഒരുവൻ പട്ടണം പണിതപ്പോൾ ഒരുവൻ യാഗപീഠം പണിതു. അതൊരു ചെറിയ കാര്യമാണ്. പട്ടണം എന്ന് പറയുന്നതും യാഗപീഠമെന്ന് പറയുന്നതും വലിപ്പം കൊണ്ടും സവിശേഷതകൾ കൊണ്ടും ആകർഷണീയത കൊണ്ടും വ്യത്യസ്തമാണെങ്കിലും അവർക്കെന്തു പറ്റി എന്ന് പഠിക്കണം. ശേത്തിൻ്റെ കാലത്ത് യഹോവയുടെ നാമത്തിലെ ആരാധന തുടങ്ങി. ആ തലമുറയിൽ ഒരു 7ാമനെ കിട്ടി. ആ 7ാമൻ്റെ പേര് ഹാനോക്ക് എന്നായിരുന്നു. അയാൾ പ്രാർത്ഥന മനുഷ്യനായിരുന്നു. അദ്ദേഹം പ്രവാചകനായിരുന്നു. അദ്ദേഹം ആത്മാവിൽ ദൂത് പ്രസംഗിച്ച ആളാണ്. മനസ്സിലായില്ലേ? നല്ലൊരു ദൈവാസൻ. അല്ല, ഗുമ്മിന് വേണ്ടി വായി വരുന്നെല്ലാം അടിച്ചു വിടുന്ന പ്രവാചകന്മാരുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഞാനായിട്ട് എന്തിനാണ് പറയുന്നത്. ഇരിക്കട്ടൊരു ഗുമ്മ. ഇത്ര ഗുമ്മന്മാരൊന്നും ആയിരുന്നില്ല. നല്ല ആത്മാവിലെ ദൂത്. സ്തോത്രം. ഹാനോക്കിന് കുടുംബമൊക്കെ ഉണ്ടായിരുന്നു. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. തലമുറയുണ്ടായിരുന്നു. അപ്പോൾ ഭാര്യ കൂടെയുള്ളത്, മക്കളുള്ളത്, പ്രജനനം നടക്കുന്നത്, അവരെ പോറ്റിപ്പുലർത്തുന്നത് ശുശ്രൂഷയ്ക്ക് തടസ്സമല്ലെന്ന് മാത്രമല്ല, അതൊരു പിൻബലമാണ്. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ മരണം കാണാതെ എടുക്കപ്പെട്ടവനെ കാണാതെയായി. വാസ്തവത്തിൽ ഇദ്ദേഹത്തെ പറ്റി ഒരല്പം കൂടെ ഇൻഫർമേഷൻ നമുക്ക് ബൈബിളിൽ തരേണ്ടതാണ്. അല്ലയോ ഉൽപ്പത്തിയുടെ ഗ്രന്ഥകാരനായ മോശ, ഞങ്ങൾക്ക് ഈ ഹാനോക്കിനെ പറ്റി ഒന്ന് അറിയണം. മരണം കാണാതെ എടുക്കപ്പെട്ട ഈ മനുഷ്യരിൽ വ്യാപരിച്ച ദൈവകൃപ എത്ര വലുതാ! അദ്ദേഹത്തെ ഒരു പ്രവാചകനാക്കി നിലനിർത്തുന്നതിൽ ഭാര്യയും മക്കളുമൊക്കെ വഹിച്ച പങ്കെത്ര വലുതാ! ഞങ്ങളുടെ മുമ്പിൽ അദ്ദേഹത്തെ പറ്റി കാര്യമായ ചരിത്രമില്ല. പിന്നെ കിട്ടുന്നൊരു പാസേജ് പുതിയ നിയമത്തിൽ യൂദ പറയുന്നതാണ്. ആദാം മുതൽ 7ാമനായ ഹാനോക്ക് ഇവരെക്കുറിച്ച് പ്രവചിച്ചു. ഇവർ നടത്തിയ ഭക്തിവിരുദ്ധമായ ആധാർമിക പ്രവൃത്തികൾ നിമിത്തം ഇവരെ ന്യായം വിധിപ്പാൻ കർത്താവ് 1000 വിശുദ്ധന്മാരുമായി വന്നിരിക്കുന്നു. ഈ ഒരു പ്രവചനം ഒഴിച്ചാൽ ഹാനോക്ക് എന്ത് ചെയ്തുവെന്നും ഒരു പിടിയും കിട്ടുന്നില്ല. നമുക്ക് എക്സ്ട്രാ ബിബ്ലിക്കൽ തെളിവുകളുണ്ട്. അത്ര ആധികാരികമല്ലല്ലോ, അതുകൊണ്ട് മാറ്റിവെക്കാം. ഇനി ഹാബേലിൻ്റെ തലമുറയിൽ, ഹാബേൽ മരിച്ചെങ്കിലും പകരം കിട്ടിയ ശേത്തിൻ്റെ തലമുറയിലെ ഒരു 7ാമനായ ഹാനോക്ക് ഇങ്ങനെ പ്രവചിച്ചപ്പോൾ പട്ടണം പടുത്തുയർത്തിയ ഈ കയീൻ്റെ തലമുറയ്ക്ക് എന്തു പറ്റി ഒന്ന് പഠിക്കണം. അത് ഉൽപ്പത്തിയിലുണ്ട്. ഹാബേലിനെപ്പറ്റി ഒന്നും ഹാനോക്കിനെപ്പറ്റി കാര്യമായി എഴുതാതെ വിട്ട ഗ്രന്ഥകാരൻ കയീൻ്റെ കുടുംബചരിത്രം നന്നായിട്ടങ്ങ് എഴുതി. വായിക്കാം. ഇപ്പോൾ വായിച്ചതിൻ്റെ ബാക്കി. ഹാനോക്ക് എന്ന് തന്റെ മകന്റെ പേരിട്ടു. ഹാനോക്കിന് ഈരാദ് ജനിച്ചു. ഈരാദ് മെഹുയേലിനെ ജനിപ്പിച്ചു. മെഹുയേൽ മെതുശയേലിനെ ജനിപ്പിച്ചു. അല്ലല്ലോ, മെതുശയേലിനെ
മെതുശയേൽ ലാമെക്കിനെ ജനിപ്പിച്ചു. അവിടെ നിൽക്കുക. കണക്കെണ്ണി വന്നാൽ ഇവനാണ് ഈ തലമുറയിലെ ഏഴാമൻ. പിടികിട്ടിയോ? കയീന്റെ മകൻ ഹാനോക്ക് ഈരാദിനെ ജനിപ്പിച്ചു. ഈരാദ് മെഹുയേലിനെ ജനിപ്പിച്ചു. മെഹുയേൽ മെഹൂശലേഖിനെ ജനിപ്പിച്ചു. മെഹൂശലേ ലാമെക്കിനെ ജനിപ്പിച്ചു. 2 ഏഴാമന്മാർ, 2 ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന 2 കൊച്ചുമക്കൾ, 7ാം തലമുറയിലെ 2 കൊച്ചുമക്കൾ. അപ്പോഴും ആദം ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ. ഈ കാലത്തും ആദം ഉൾപ്പെടെ നിലനിന്നിരുന്ന പൂർവികരെ ഇവരുടെ ഒരു കാഴ്ച കണ്ടു, ഒരു പ്രവൃത്തി, ഒരു രീതി കണ്ടു. എന്താ അത് നോക്കാം. അയാൾ എന്ത് ചെയ്തു? വായിച്ച്. ലാമെക്ക് 2 ഭാര്യമാരെ എടുത്തു. ഭയങ്കരമായിപ്പോയി. 7ാം തലമുറയിൽ ഒരു ഹാനോക്ക് പ്രവചനം തുടങ്ങിയപ്പോൾ ലാമെക്ക് 2 ഭാര്യമാരെ എടുത്തു. മനസ്സിലായോ? അങ്ങനെ ഈ മാനവരിൽ മഹോന്നതൻ എന്നൊക്കെ പറയുന്ന ആളുകളുടെ ആരംഭം ഇവിടെ നിന്നാന്ന് എനിക്ക് തോന്നുന്നു. 2 ഭാര്യമാരെ എടുത്തു. ഒരുത്തിക്ക് ആദ എന്നും മറ്റവൾക്ക് സില്ല എന്നും പേർ. കണ്ടോ? മാന്യമായിട്ട് ജീവിച്ചവൻ്റെ ഭാര്യയുടെ പേരും ഇല്ല, കുഞ്ഞുങ്ങളുടെ പേരും ഇല്ല. ഈ ഉൽപ്പത്തിയുടെ ഗ്രന്ഥകാരൻ എന്ത് പറ്റി? ഒരുത്തന് 2 ഭാര്യമാർ, അവരുടെ പേര് ആദ എന്നും സില്ല എന്നും 2 പേർ. പിന്നെ വായിക്കാം. ആദ യാബാലിനെ പ്രസവിച്ചു. കണ്ടില്ലേ? ആ പിള്ളേരുടെ പേര് വരെ ഉണ്ടെന്ന്. പ്രാർത്ഥിച്ച് ഈ പാവം മനുഷ്യനെ ദൈവസന്നിധി നിലനിർത്തി ആ കുഞ്ഞുങ്ങളുടെ പേരും ഇല്ല. ചിലപ്പോൾ ഞാൻ ബൈബിൾ വായിച്ചിട്ട് ഓർക്കാറുണ്ട്. 5 അപ്പവും 2 മീനും കൊടുത്ത ചെറുക്കൻ്റെ പേര് എഴുതേണ്ടതായിരുന്നു. നയമാൻ്റെ അടുത്ത് ചെന്ന് ഇവിടെ ഇങ്ങനെ പ്രശ്നമുണ്ട്, നയമാനെ അടുത്ത് ചെന്നിട്ടൊരു പ്രവാചകനുണ്ടെന്ന് പരിചയപ്പെടുത്തിയ ആ ഹോം നേഴ്സിൻ്റെ പേര് എഴുതേണ്ടതാണ്. എഴുതിയില്ല. പക്ഷേ ഈ പിള്ളേരുടെ പേരെല്ലാം എഴുതി വച്ചിരിക്കുക. ഭയങ്കരമായിപ്പോലെ, ഓർത്തിട്ട് തന്നെ ഒരു വിഷമം പോലെ. കുറ്റം പറയല്ല, ഒരു കാരണമുണ്ട്. ഇവിടെ ഒരു പയ്യൻ്റെ പേര് യാബാൽ. അവൻ്റെ ജോലി പറഞ്ഞേ, വായിക്കാം. ആദ യാബാലിനെ പ്രസവിച്ചു. അവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി തീർന്നു. അപ്പൊ ആനിമൽ ഹസ്ബൻഡറി, ലൈവ് സ്റ്റോക്ക് കൃഷി. അപ്പൊ കൂടാരവാസികൾക്കും മൃഗങ്ങളെ ഇണക്കി വളർത്തുന്ന പ്രക്രിയയ്ക്കും ഉൾപ്പെടെയുള്ള കാർഷിക രംഗത്തേക്ക് അവൻ തിരിഞ്ഞു. എന്ത് മനസ്സിലായി? ഒരു തലമുറയിൽ യാഗപീഠം, ആ തലമുറയിൽ ദൈവത്തോടു കൂടെ നടക്കുന്നവൻ, ആ തലമുറയിൽ നോഹ എന്ന നീതിപ്രസംഗി, ആ തലമുറയിൽ അബ്രഹാം എന്ന വിശ്വാസപിതാവ്, ആ തലമുറയിൽ ദേവാലയം പണി കഴിപ്പിക്കാൻ ദൈവത്താൽ നിയോഗിതനായ ദാവീദ്, അത് യാഥാർത്ഥ്യമാക്കുന്ന ശലോമോൻ, ആ തലമുറയിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഇപ്പുറത്തൊരു തലമുറ പട്ടണം പണിതവൻ്റെ കൊച്ചുമക്കൾ ലോകത്താദ്യം ബഹുഭാര്യത്വം അഥവാ പോളിഗമി ആരംഭിച്ചു. ആ പോളിഗമിയിൽ ഉരുത്തിരിഞ്ഞ മക്കളിൽ ഒരുത്തൻ മോശമല്ല. അവനാണ് കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി. അവന്റെ സഹോദരന് യൂബാൽ എന്ന് പേർ. അവന്റെ പണി നോക്കി പാട്ടുകാർ ശ്രദ്ധിച്ചു. ഇവൻ കിന്നരവും വേണുവും പ്രയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി തീർന്നു. ദ ഫസ്റ്റ് ആർട്ടിസ്റ്റ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ ആദ്യത്തെ കലാകാരന്മാർ ഇവരായിരുന്നു. കിന്നരം വായിക്കുന്നവർക്ക് പിതാവായി, സുഷിരവാദ്യം പ്രയോഗിക്കുന്നവർക്ക് പിതാവായി. ഇതിവിടുന്ന് ആരംഭിച്ചു കല, സംഗീതം. മനസ്സിലാകുന്നോ? ബാബുശാനും ആത്മാർത്ഥമായിട്ട് ശ്രദ്ധിക്കുന്നു. നമ്മൾ ഇത്തിരി കാര്യം പറഞ്ഞിട്ടുണ്ട് കല വന്നൊക്കെ അല്ലേ? സ്തോത്രം. കലയും സംഗീതവും ഒക്കെ പിറവി കൊണ്ട വീടാണത്. നാഗരികത തുടങ്ങിയ കുടുംബം അത്. അഭിവൃദ്ധിയുടെ മണ്ഡലത്തിലേക്ക് മനുഷ്യരാശിക്ക് ഉയരാൻ വേണ്ട കാർഷിക വൃത്തിയും മൃഗസംരക്ഷണവും ഒക്കെ തുടങ്ങിയ കുടുംബം. ഇനി ഒന്നുകൂടി വായിച്ചേ. സില്ല തൂബൽ കയ്യിനെ പ്രസവിച്ചു. അവൻ ചെമ്പുകൊണ്ടും ഇരുമ്പുകൊണ്ടുമുള്ള ആയുധങ്ങളെ തീർക്കുന്നവനായി തീർന്നു. അല്ല, ഒന്നാം തരം ആയുധം, സൂപ്പർ പാര മുതലായ സകല ആയുധങ്ങളും തീർക്കുന്നവർക്ക് പിതാവ്.
വടിവാളും, അങ്ങനെ സകല ആയുധവും. ഒരു വീട്ടിലൊരു അപ്പൻ്റെ 3 മക്കളാണ്. ഒരുത്തൻ ഭയങ്കര കൃഷി, കന്നുകാലിയെ ഇണക്കി വളർത്തുക. അടുത്ത റൂമിലേക്ക് എന്നാൽ ഇങ്ങനെ സുഷിരവാദ്യം വായിക്കുക, കിന്നരം മിട്ടുക. അടുത്ത സ്ഥലത്തേക്ക് എന്നാൽ ആയോധന കലയാണ്. സിംഹവടിവിൽ നിവർന്ന്, സിംഹത്തഞ്ചം പിടിച്ച്, ഗജവടിവിൽ അമർന്ന്, ഇങ്ങനെയുള്ള ഒത്തിരി അഭ്യാസത്തിൻ്റെ കലകളും ശീലങ്ങളും കൊണ്ട് അപ്പുറത്ത്. എന്തൊരു വീടാന്നോർത്തേ. ഇനിയാണ് ഞെട്ടിപ്പിക്കുന്ന അടുത്തൊരു യാഥാർത്ഥ്യം. വായിച്ചേ. തൂബൽക്കൈന്റെ പെങ്ങൾ നയമ ലാമെക്ക് തന്റെ ഭാര്യമാരോട് പറഞ്ഞത്. ആ പെൺകുട്ടിയുടെ ജോലിയൊന്നും അവിടെ പറയുന്നില്ല, വിട്ടേക്ക്. അടുത്തത്. ആദയും സില്ലയുമായുള്ളവരെ നിൽക്ക. ഈ മനുഷ്യൻ്റെ ഒരു ദിവസം ഭാര്യമാരെ അടുത്ത് വിളിച്ചു. ഒരു പാട്ട്. അത് പാട്ടാണെന്നറിയുന്നത് ബൈബിളിൽ അതിൻ്റെ രീതികൾ പാട്ട് പോലെയാണ്, ആലപിച്ചാലും പാട്ട് പോലെയാണ്. ഹീബ്രുവിൽ കറക്റ്റ് അത് പാട്ട് തന്നെയാണ്. അപ്പോൾ ഭാര്യമാരെ വിളിച്ചു പാടുന്ന പാട്ടാണ് ലോകത്തിലെ ആദ്യത്തെ കവിത, ആദ്യത്തെ പാട്ട്, ഫസ്റ്റ് പോയട്രി. ഈ വീടിനെപ്പറ്റി ആലോചിച്ച് നോക്കിക്കേ. എന്തൊക്കെയുണ്ട്? പട്ടണം തുടങ്ങി, കല ആരംഭിച്ചു, കാർഷിക വൃത്തി തുടങ്ങി, പിന്നെ സംഗീതം ആരംഭിച്ചു, ആയുധം രാഗിമിനുക്കി അവരനെ ആക്രമിക്കുന്ന പ്രതിരോധം തീർത്തു. ഇപ്പോഴിതാ സംഗീതം. മനോഹര കവിത. കവിതയിലെ വരികളിലൂടെ പോകാം, വായിക്കാം. ആദയും സില്ലയുമായുള്ളവരെ എന്റെ വാക്ക് കേൾപ്പീൻ. ആദയും സില്ലയുമായുള്ളവരെ എന്റെ വാക്ക് കേൾപ്പീൻ. ലാമെക്കിൻ ഭാര്യമാരെ എന്റെ വചനത്തിന് ചെവി തരുവീൻ. എന്റെ മുറിവിന് പകരം ഞാനൊരു പുരുഷനെയും, എന്റെ മുറിവിന് പകരം ഞാനൊരു പുരുഷനെയും, എന്റെ പരിക്കിന് പകരം ഒരു യുവാവിനെയും കൊല്ലും. അമ്പള. എന്താ ഈ പാട്ടിൻ്റെ അർത്ഥം? എന്തിനാണാവോ ബൈബിളിൽ എഴുതി വെച്ച് ഇവൻ ആരാൻ്റെ കൊല്ലുമെന്ന്? ഇത് വേണമായിരുന്നു. ഇത് വായിച്ചിട്ട് വല്ല ചൈതന്യം ഉണ്ടോ? വല്ല ആനന്ദമുണ്ടോ? ഒരു അധ്യായം മുഴുവൻ ഇവൻ്റെ കൊല, അവൻ്റെ വീട്, അവൻ്റെ പട്ടണം, അവൻ്റെ ഭാര്യ. അവസാനം പറയുമ്പം പറഞ്ഞു നിർത്തുക, കൊല്ലും. ബൈബിളിൽ രേഖപ്പെടുത്തിയ ആദ്യത്തെ കവിതയിലുണ്ടൊരു കൊലയുടെ മണം, ഒരു രക്തഗന്ധം. ഇതെവിടുന്ന് വന്നെന്നറിയണ്ടേ? ഇവനിൽ തുടങ്ങിയല്ല, വല്യപ്പൻ കൊന്നു തുടങ്ങി. 6ാം തലമുറയുടെ കയ്യിലേക്ക് വരുമ്പോൾ അതിന് വീര്യം കൂടിയിട്ട് പറയുക, ഇനിയും കൊല്ലും. കൊല പരാജിതൻ്റെ ആയുധമാണ്. ആയുധം പരാജയപ്പെട്ടവൻ്റെ ആയുധം തന്നെയാണ്. ജയിച്ചവൻ മരിച്ച് ജയിച്ചവനാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഏത് ആയുധവും കണ്ടിട്ട് ഭക്തൻ പറയണം, നിനക്കെതിരെ വരുന്ന ഒരായുധവും ഫലിക്കയില്ല. ഹല്ലേലൂയ. അപ്പോഴേ ജയാളിയായവൻ ഇത്തരം ആയുധങ്ങളെ നേരിട്ട് അതിൻ്റെ മുഴുവൻ ശക്തിയെയും കാൽവട കൊലമരത്തിൽ ആത്യന്തികമായി തകർത്ത് ശത്രുപക്ഷത്തെ തോൽപ്പിച്ച് ജയമെടുത്തൊരു ചരിത്രം എനിക്കും നിങ്ങൾക്കും ആവേശം പകരാൻ ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ ഈ പ്രഭാഷണത്തിന്റെ ആമുഖമായി അവിടെ ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയട്ടെ, മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. സ്തോത്രം. അതുകൊണ്ട് ഇവൻ പാടി നിർത്തുക. കയ്യിന് വേണ്ടി 7 ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ, കയ്യിന് വേണ്ടി 7 ഇരട്ടിയാണ് പ്രതികാരമെങ്കിൽ, ലാമെക്കിന് വേണ്ടി 77 ഇരട്ടി പകരം ചെയ്യും. എന്തൊരു മനുഷ്യനാ! എത്ര ബൈബിൾ പഠിച്ചാലും, എവിടെ പെൻഡറ്റുക്ക് പഠിച്ചാലും, ഏത് വ്യാഖ്യാനം എടുത്താലും ഇതിന് ഉത്തരം കിട്ടത്തില്ല. ഈ വ്യാഖ്യാതാക്കൾക്കൊരു പ്രത്യേകതയുണ്ട്. രക്ഷ നഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചെഴുതിയ നല്ല പുസ്തകമുണ്ട്. അന്യഭാഷ നിന്ന് പോയോ എന്നൊക്കെ ചോദിച്ചെഴുതുന്നുണ്ട്. ഉത്തരം കിട്ടാതെ വിഷമിക്കുമ്പോൾ ഒരു കാച്ച വിസ്താരഭയത്താൽ വിട്ടുകളയുന്നു. വിസ്താരഭയമൊന്നും അല്ലത്, അത് ഭയമാണ്, ശരിക്കുമുള്ള ഭയമാന്നേ. എന്നിട്ട് വിസ്തരിച്ചുകൊണ്ട് ഭയം വരുമോ? 1400 പേജ് എഴുതി വേറെ കാര്യമില്ല എഴുതിയിട്ടേ കാര്യത്തോടെടുക്കും പറയാം വിസ്താരഭയത്താൽ അത് കൈവച്ചാൽ മതി. ചില ആൾ പറയില്ല, എൻ്റെ സാക്ഷി ഇന്നും നാളെ എന്നും പറഞ്ഞാൽ തീരുകയില്ല. ഇവനെ കൊണ്ട് ഇവിടെ അങ്ങ് നിർത്തണം, പറയാൻ പറയണം, ഞങ്ങൾ പോകുന്നില്ല. മനസ്സിലായില്ലേ? നീ അങ്ങ് പറഞ്ഞ് തീർക്ക്. ഇത് കേട്ട് കേട്ട് കേട്ടും മടുത്തു. മനസ്സിലായില്ലേ? എൻ്റെ സാക്ഷി ഇന്നും നാളെ എന്നും പറഞ്ഞാൽ പിന്നെ ഇത്ര പറയാൻ വയ്യാത്ത കാര്യം എന്തിനാണ് ഈ പറയുന്നത്? എൻ്റെ നിങ്ങളുടെ അവൻ്റെ എല്ലാം സാക്ഷി ഒന്നേ ഉള്ളത് അറിയില്ല പലർക്കും.
പൗലോസിൻ്റെ സാക്ഷി, എൻ്റെ സാക്ഷി, നിങ്ങളുടെ സാക്ഷി, എല്ലാവരുടെ സാക്ഷ്യത്തിൻ്റെ വില യേശുവിൻ്റെ രക്തമാണ്. ഒറ്റ വില. പൗലോസ് അതിലൂടെ ഇങ്ങനെ ചുരുക്കി, അറിയാതെ ചെയ്യുകയാൽ എനിക്ക് കരുണ ലഭിച്ചു. ഇതാ സാക്ഷി. അപ്പോൾ വിടാം, നമുക്ക് ഇവനെ പിടിക്കണം. ബൈബിൾ മുഴുവൻ വായിക്ക്, നമുക്ക് ഇതിന് ഉത്തരം കണ്ടെത്തണം. ക്രിമിനോളജി പഠിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ ഇതാരെ കൊല്ലുമെന്ന് ഇവൻ പറഞ്ഞ് ഇവൻ കൊന്നോ ഈ കാര്യമൊക്കെ അറിയാം. വളരെ ബന്ധപ്പെട്ട് ഇവൻ്റെ ശബ്ദം, സാഹചര്യ തെളിവുകൾ ഒക്കെ വെച്ച് പഠിച്ചപ്പോൾ മനസ്സിലായി ഇവൻ ടാർഗറ്റ് ചെയ്ത് ആരെയാണെന്നറിയണ്ടേ. പറയാം, ഇവനെ അക്ഷരാർത്ഥത്തിൽ കൊലപ്പെടുത്താൻ കഴിയുന്ന മനുഷ്യരൊന്നും അവിടെ ഇല്ലെന്നേ. അവൻ കരുത്തനാ, അവൻ്റെ മകൻ കരുത്തനാ. അവൻ്റെ മകൻ്റെ പക്കൽ ആയുധമുണ്ട്. ആയുധം കയ്യിലെന്തൊരു മകൻ്റെ അപ്പനെ അങ്ങനെ വന്നൊന്നും ആക്രമിച്ചു കൊല്ലാൻ വയ്യ. അപ്പോൾ ഈ മുറിവെന്താ? ഒരക്ഷരാർത്ഥ മുറിവല്ല. ഈ മുറിപ്പെടുത്തിയവൻ ആരാന്നറിയണ്ടേ? സമകാലികനായി മറ്റൊരു മനുഷ്യൻ അവിടെ ജീവിച്ചിരിപ്പുണ്ട്. ആ മനുഷ്യൻ പറഞ്ഞു, ഇവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ നിഷ്ഠൂര പ്രവൃത്തികൾ നിമിത്തം നിന്നെ ന്യായം വിധിക്കാൻ ഇതാ കർത്താവ് 1000 വിശുദ്ധന്മാരുമായി വന്നിരിക്കുന്നു. ആത്മാവിൽ കർത്തൃസാന്നിധ്യം കണ്ടറിഞ്ഞ പ്രവാചകൻ ദൂതറിയിച്ചപ്പോൾ ദൂതൽപ്പിച്ച മുറിവിൽ ലജ്ജിച്ച് അപമാനിതനായ ഇവൻ വിളിച്ചു പറയാ, ഞാൻ കൊല്ലും. ആരെ? ആത്മനിറവുള്ളവനെ, ദൂതുള്ളവനെ, കർത്തൃസാന്നിധ്യം കണ്ടവനെ, 1000 വിശുദ്ധന്മാരുമായി ന്യായവിധിക്ക് വരുന്ന കർത്താവിനെ ഹൃദയത്തിൽ കണ്ടവനെ നോക്കി പറയാ, നിന്നെ കൊല്ലും. ഉപയോഗിക്കപ്പെടുന്ന ദൈവദാസന്മാരെ ജയിലറയിലിടുമ്പോൾ, അവർക്കെതിരെ ആയുധം പ്രയോഗിക്കുമ്പോൾ, അവരെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ 1000 വിശുദ്ധന്മാർ അവരുടെ അകമ്പടി സേവിച്ചുകൊണ്ട് ധന്യനായ ഏകാധിപതി, താൻ മാത്രം അമർത്യതയുള്ളവൻ, അടുത്തുകൂടാതെ വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം കണ്ട അവർ ഇഹത്തിൽ നിന്ന് വിട്ടുപോകുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഗ്രഹാം സ്റ്റെയിൻസും തിമോത്തിയും ഫിലിപ്പും മരിച്ചു വീഴുന്ന രംഗം നമ്മൾ നേരിട്ട് കണ്ടാൽ നമുക്കും വേദന വരും. നമ്മളറിഞ്ഞതിൻ്റെ അപ്പുറത്ത് ഒരർത്ഥം അതിനുണ്ട്. ആദരനായ PG ഒരു സംഘിള് എൻ്റെ ചെറിയ വീട്ടിൽ വന്നു. ആ വന്ന ദിവസം ജാനുവരി 22 സ്റ്റെയിൻസിനെ കൊന്ന ആ ദിവസമാണ്. അപ്രതീക്ഷിതമായി ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് സംസാരിച്ചുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞു, അങ്കിൾ, നമ്മളിന്ന് കൂടിക്കാണുമ്പോൾ ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയുണ്ട്. 25 വർഷങ്ങൾക്ക് മുമ്പ് ഒറീസയിൽ 2 പിഞ്ചോമണ്ണകളും ആ പ്രിയപ്പെട്ടനും മരിച്ചു. അദ്ദേഹം ആ ലൈവ് വീഡിയോയിലൊരു കാര്യം പറഞ്ഞു. സ്റ്റെയിൻസിനെ അതിശക്തമായ വിധത്തിൽ പിടിച്ചു കുനിച്ചു നിർത്തി കയ്യിലൊരു കഠാരയെടുത്ത് പുറത്തും അകത്തും കുത്തി വലിച്ചു. ഞാൻ പറഞ്ഞ, നോ അങ്കിൾ, ബാൻ ചെയ്യല്ലേ. അദ്ദേഹം പറഞ്ഞല്ല, കുത്തി മുറിവേൽപ്പിച്ച് അങ്ങനെ ചുടുരക്തം ഒറീസയുടെ മണ്ണിലൊഴുക്കി. അത് കണ്ടിരിക്കുക കുഞ്ഞുങ്ങൾ 2 അകത്ത്. ജീപ്പിൽ നിന്ന് പുറത്തു വരാൻ വയ്യ. എന്നിട്ടാ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നേ. പുറത്തേക്ക് ചാടുവാൻ വെമ്പിയ കുഞ്ഞുങ്ങളെ തൃശൂലം കൊണ്ട് കുത്തിയെടുത്ത് തിരിച്ച് തീയിലിട്ട് കത്തിക്കുമ്പോൾ ഞങ്ങളുടെ ആവേശത്തിനൊന്നും ഒരു കുറവില്ല. ഇതും കൊണ്ടൊന്നും ഞങ്ങൾ പിന്തിരിഞ്ഞോടില്ല. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന സഹോദരീ സഹോദരന്മാർക്കുള്ളിൽ തുടിക്കുന്ന യേശുവിൻ്റെ രക്തം സിരാനരമ്പുകളിൽ ഒഴുകുന്ന ചില കുഞ്ഞുങ്ങളെങ്കിലും പറയട്ടെ, ഞങ്ങൾ പിന്തിരിഞ്ഞോടൂല. എവിടെ അവർ വീണു മരിച്ചോ അവിടെ നിന്ന് പ്രസംഗിക്കാൻ ഒരവസരം തരണമേ. പ്രാർത്ഥിച്ചാട്ടെ ദൈവമക്കൾ. എന്തുപറ്റി? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവർ മരിച്ചു വീഴുമ്പോൾ നിസ്സഹായരാണെന്ന്? ഇല്ല. 1000 വിശുദ്ധന്മാർ, കോടാനുകോടി ദൂതഗണങ്ങൾ, സുസ്മേരവരദനായി യേശുവിൻ്റെ സാന്നിധ്യം അവർ കണ്ട് 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 വിട്ടു പിരിഞ്ഞു ക്രിസ്തുവിനോട് കൂടെ. ഈ അനുഭവം അത്. അതുകൊണ്ടേ നാളെ എനിക്കും നിങ്ങൾക്കുമെതിരെ ഒരു പീഡ വന്നാലും പേടിക്കാനൊന്നുമില്ലെന്ന്. ഒരു ഭയത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് പറയാം, ഏത് ജയിലിലിട്ടാലും കനത്തായുധം വീശിയാലും ഞങ്ങൾ പിന്തിരിഞ്ഞോടാതെ അങ്ങയെക്കുറിച്ച് പാടും, അങ്ങയെക്കുറിച്ച് പ്രസംഗിക്കും,
അവസാന ശ്വാസം വരെ അങ്ങയ്ക്ക് വേണ്ടി ധീരം നിൽക്കും. ഹല്ലേലൂയ. അപ്പോൾ പ്രയോജനപ്പെടുന്ന ദൈവവൃത്തനായ ഹാനോക്കിനെ കുറിച്ച് ഈ ലാമേക്ക് പറയാം, ഞാൻ അവനെ കൊല്ലും. നമ്മൾ കണ്ടോ കൊല്ലുമെന്നൊരുത്തം പറഞ്ഞാൽ നമ്മൾ മിനിസ്ട്രി ഒന്നും നിർത്തണ്ട. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് കൊല്ലുമെന്ന് പറഞ്ഞ പോലെ പലരും എത്രയോ പേര് നമ്മൾ പറഞ്ഞിട്ട് പരിഗണിക്കുമെന്ന്. ഇത് രണ്ടും നടക്കുകയല്ല, ഓർത്തോണം. അങ്ങനെ മനുഷ്യൻ പരിഗണിച്ചാൽ അതും കാര്യമില്ല, കൊല്ലുമെന്ന് പറഞ്ഞാൽ അതിനും കാര്യമില്ല. ഇതുകൊണ്ടൊന്നും നമ്മൾ നമ്മുടെ ജോലി അവസാനിപ്പിച്ച് പോവില്ല. അവസാന നിമിഷം വരെ പോരാടണം. ഇത് പോരാടി മരിക്കാനുള്ള ജീവിതം യേശുവിന് വേണ്ടി. ഇവിടെന്തൊറ്റി ഇവനിങ്ങനെ വീമ്പിളക്കിയപ്പോൾ ലോകചരിത്രത്തിൽ ആദ്യ ഭീഷണി കേട്ട ദൈവാസൻ്റെ പേര് ഹാനോക്ക് കൊല്ലുമെന്ന്. തമ്പുരാൻ അന്ന് തീരുമാനിച്ചു, അവൻ്റെ അജണ്ട വെട്ടിയിട്ടേ ഉള്ളൂ, അവൻ്റെ ആ പദ്ധതി വെട്ടിയിട്ടേ ഉള്ളൂ. കുഞ്ഞെ, അവൻ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. നിനക്ക് മരണഭീതി വേണ്ട. നിന്നെ മരണം കാണാതെ, മരണത്തിൻ്റെ ആ തണുത്ത കരങ്ങൾ നിന്നെ തൊടാതെ, മരണം നിന്നെ തൊടാതെ, മരണം കാണാതെ നിന്നെ എടുക്കാൻ ബലവത്തായ കരങ്ങൾക്ക് കീഴിലാ ഞാൻ. അതുകൊണ്ട് ആ കരം കൊണ്ടാ നിന്നെ ഞാൻ തൊട്ടുണർത്തുന്നത്. ആ കരത്തിന്റെ കീഴിലാ നമ്മളൊന്ന് പറഞ്ഞട്ടെ. ഹല്ലേലൂയ. അവൻ മരണം കാണാതെ എടുക്കപ്പെട്ടു. ഒരുത്തൻ കൊല്ലും എന്ന് പറഞ്ഞപ്പോഴേ പത്തൻ മരണം കാണാതെ എടുക്കപ്പെട്ടു. നമ്മളിതിനെ വിടുതൽ എന്നൊക്കെ പറയുന്നത് മനസ്സിലായോ? അല്ലേ, ചില യോഗങ്ങളിൽ ചെന്നാൽ വിടുതലുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. ഈ ഐഡിയ അറേഞ്ച് തരുന്ന പോലെയാണ്. ഏതാണ്ടൊക്കെ ഒരു പരിപാടി ഉണ്ട്, ഇല്ലെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. മനസ്സിലായി? നെറ്റും ഇല്ല, ഇടയ്ക്കിടയ്ക്ക് മിന്നൽ, പിന്നെ കാണുന്നത് ഇതിങ്ങനെ കിടന്ന് കറങ്ങുന്ന. കാരണം എന്താ? ചാർജ് ചെയ്യുന്നുണ്ട്, പരിപാടിയെല്ലാം ഉണ്ട്, പക്ഷേ ഏതാണ്ടൊരു അതൃപ്തി. ഇവിടെ ദൈവം തന്ന ഇങ്ങനൊന്നുമല്ല, അത് സമ്പൂർണ്ണമാണ്. ഇതിനായി വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകളെ പിന്നാലെ പോകാതെ സത്യസന്ധനായ ഇവൻ്റെ പാതയെ നമുക്ക് അനുഗമിക്കാം. നമുക്ക് യേശുവിന് വേണ്ടി നിൽക്കാം. പ്രൈസ് ദി ലോർഡ്. സന്തോഷമല്ലേ? അപ്പോഴേ ഇവിടുന്ന് നമുക്ക് അല്പം കാര്യങ്ങൾ പറഞ്ഞ് മുമ്പോട്ട് പോകണം. ലോകചരിത്രത്തിൽ ആദ്യത്തെ നാഗരികത കൈൻ്റെ ജനറേഷനിൽ നിന്ന് വന്ന സംഗീതം അവിടെ നിന്ന് വന്ന. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇവരെപ്പറ്റി ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ അവരെപ്പറ്റി പഠിക്കാൻ ഒറ്റ വഴിയുള്ളൂ. ഈ മണ്ണടരുകൾ കുഴിച്ചു മാറ്റുക. ഈ പറയപ്പെട്ട സ്ഥലങ്ങളെ ലൊക്കേറ്റ് ചെയ്തിട്ട് മൺകൂനകൾ മാറ്റി പഠിക്കുന്ന ഒരു ശാസ്ത്രവിദ്യയുണ്ട്. അതിൻ്റെ പേര് ആർക്കിയോളജി എന്നാണ്, പുരാവസ്തു ശാസ്ത്രം. പക്ഷേ ഹാനോക്കിനെ പറ്റി പഠിക്കാൻ മണ്ണ് ഒഴിച്ച് അയാളുടെ അസ്ഥി കിട്ടൂല. സംഗീതോപകരണങ്ങളുടെ ബാക്കി നിങ്ങൾക്ക് കിട്ടും. യാബാലിൻ്റെ അദ്ദേഹം ഇണക്കി വളർത്തിയ മൃഗങ്ങളുടെ ചരിത്രം നിങ്ങൾക്ക് കിട്ടും. അതിന് മണ്ണടരുകൾ കുഴിച്ച് താഴോട്ട് പഠിക്കണം. ഇനിയേ മറ്റവനുപയോഗിച്ച മാരകായുധങ്ങളുടെ അവശിഷ്ടം നിങ്ങൾക്ക് കിട്ടണോ, താഴേക്ക് പഠിക്കണം. ഹാനോക്കിനെ കുറിച്ച് അറിയണോ, ഉയരത്തിലവൻ്റെ സ്ഥാനം, മുകളിലേക്ക് ആ പഠനം പോകുന്നത്. ഒരു ഗവേഷണത്തിനും ബാക്കി വെക്കാതെ ഭക്തൻ എടുക്കപ്പെട്ടു, ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതനാണ്. ഹല്ലേലൂയ. അതൊരു മിസ്റ്ററിയാണ്, മാറിയിരിക്കട്ടെ. ഇനി അവസാനം സുവിശേഷം പറയാൻ ഹാനോക്ക് വരുമോ മോശ വരുമോ എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നങ്ങൾ നടക്കാം. ആ പ്രശ്നം തുടരട്ടെ. നമ്മളിനി അതിൻ്റെ പേരിൽ തൽക്കാലം ഹാനോക്കിനെ ക്ഷണിക്കണ്ട. അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോട്ടെ. ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ഈ അടി വെക്കുന്നില്ലെന്നും അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അദ്ദേഹം വേറൊരു ലോകത്താണ്. സ്തോത്രം. അതെല്ലാം ആശുപത്രി നിങ്ങൾ എൻ്റെ പേരിൽ കിടന്ന് ഈ അടി വെക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതികളൊക്കെ നടന്നു. ആമേൻ. ഇനിയേ ഒരു കാര്യം മനസ്സിലാക്ക്. ഈ കയ്യിൽ ആരംഭിച്ച പട്ടണം എവിടെ? മണ്ണിനടിയിൽ പോയി. പിന്നീട് പ്രബലങ്ങളായ 10-24 നാഗരികതകൾ, നമ്മുടെ ഇൻഡസ് വാലി അടക്കം, മെസപ്പൊട്ടേമിയ അടക്കം, അങ്ങ് ഈജിപ്ഷ്യനടക്കം ലോകത്തിലെ പ്രചാരസിദ്ധിച്ച നിരവധി പട്ടണ സമുച്ചയങ്ങൾ മണ്ണിനുള്ളിൽ താണുപോയി. പ്രളയം വന്നോ, ആക്രമണം നടന്നോ, പ്രകൃതിക്ഷോഭത്താലോ നൂറുകണക്കിന് പട്ടണങ്ങൾ, ആയിരക്കണക്കിന് പട്ടണങ്ങൾ, ലക്ഷക്കണക്കിന് രമ്യകർമ്മങ്ങൾ, കോടിക്കണക്കിന് മനുഷ്യർ അതിൻ്റെ ഉള്ളിൽ അമർന്നമർന്ന് ഞെരിഞ്ഞില്ലാതെയായി. എന്താണ് കാരണം? നഗരം
പാപപങ്കിലമാണ്. നാഗരികത കല കൊണ്ട്, സംസ്കാരം കൊണ്ട്, ആയുധങ്ങൾ കൊണ്ട്, ആയോധന കല കൊണ്ട്, ഏറ്റുമുട്ടലുകൾ കൊണ്ട് പ്രസക്തമാണ്. പക്ഷേ ചോരയുടെ ഗന്ധം, വഞ്ചനയുടെ സാന്നിധ്യം, തെറ്റായ പ്രവണതകളുടെ സാന്നിധ്യം കൊണ്ട് മലീമസമായ ആ മണ്ഡലത്തിൽ ഇരുട്ട് വ്യാപരിച്ച് ഏത് നാഗരികതയ്ക്കും സമാന്തരമായി ഒരു അധോലോകം നിങ്ങൾക്ക് ദർശിക്കാം. ഏത് പട്ടണത്തിന്റെയും മറുവശത്ത് വ്യാജ ആത്മാക്കളുടെ ഒരു വ്യവഹാരം നിങ്ങൾക്ക് പരിശോധിക്കാം. ലോകത്തിലെ പ്രധാന പട്ടണങ്ങളിലെല്ലാം നിഗൂഢതയുടെ അത്തരം ശക്തികൾ ഇരിക്കുമ്പോൾ നമ്മളവ നോക്കി വിളിച്ചു പറയും അധോലോകം, അന്ധകാരത്തിന്റെ ലോകം. അന്ധകാരത്തിന്റെ ലോകം ഒരു ഗ്രാമത്തിലല്ല സ്ഥിതി ചെയ്യുന്നത്. കനത്ത പട്ടണങ്ങളുടെ നടുവിൽ തിന്മയായി, ചൂതുകളിയായി, കള്ളവാറ്റായി, കഠിനമായ ജീവിതത്തിന്റെ അനവധി തിന്മകളുടെ വഴിയായി അത് നിലനിൽക്കുമ്പോൾ ഏത് പട്ടണത്തിലും ഇത്തരം അധാർമികത കൊടികുത്തി വാഴുമ്പോൾ ഈ നഗരങ്ങളൊക്കെ ഒരു ദിവസം നശിക്കും. യോഹന്നാൻ ഹൃദയം തുറന്നു പിടിച്ചപ്പോൾ മറ്റൊരു നഗരം കണ്ടു, ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ മറ്റൊരു നഗരം. ആ നഗരം ചൂണ്ടിക്കാണിച്ചിട്ട് വെളിപ്പാട് പുസ്തകത്തിലേക്ക് കിടക്കുമ്പോൾ വചനം വെളിപ്പെടുത്തി തരിക. ആ നഗരത്തിന്റെ പ്രത്യേകത, വീഥിയുടെ നടുവിൽ മനോഹരമായ ഒരു നീർച്ചാലിൻ്റെ ഒഴുക്ക്. സകല പട്ടണങ്ങളും തകരുകയോ തകർന്നടിയാൻ കാത്തിരിക്കുകയോ ചെയ്യുന്നു. ഉലകത്തിൽ തകരാത്തൊരു പട്ടണവുമില്ല. സകല പട്ടണങ്ങളും തകരുമ്പോൾ ദൈവം ശില്പിയായി നിർമ്മിച്ചത്, അടിസ്ഥാനമുള്ളത് ആ നഗരത്തെ അബ്രഹാം ദർശനത്തിൽ കണ്ടു. ആ നഗരത്തിൻ്റെ മനോഹാരിത ദൈവപുരുഷൻ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിലൂടെ കൃത്യം ദർശിക്കുന്ന ഭാഗത്തേക്കാണ് നമ്മൾ വന്നത്. നമുക്ക് ഇനി വളരെ വേഗം മുമ്പോട്ട് പോകണം. ഇവിടെ കണ്ടെന്താ? വീഥിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം. വായിച്ചോളൂ, തുടരാം. വീഥിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്ക് പോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. പളുങ്ക് പോലെ ശുഭ്രമായൊരു ജീവജല നദി അവൻ എന്നെ കാണിച്ചു. ഇവിടെ ലോകത്തിലെ സകല നാഗരികത, സിവിലൈസേഷൻ അഥവാ സിറ്റി, പട്ടണം, ഇവയെല്ലാം ഒരു നദിയുടെ തീരത്താണ്. നദീതീരങ്ങളിൽ ഇത്തരം പട്ടണങ്ങൾ വരാൻ കാരണമുണ്ട്. അന്ന് ഗതാഗതത്തിന് ഏറ്റവും ചിലവ് കുറഞ്ഞ സംവിധാനം ജലപാതയാണ്. അന്നും ഇന്നും ഇതാണ് ചിലവ് കുറവ്. ഇന്ധനം വേണ്ട. ഇതിപ്പോൾ ഇന്ധനം വേണമെങ്കിലും ചിലവ് താരതമ്യേന കുറവാണ്. പിന്നെ റീടാർ ചെയ്യുകയോ അങ്ങനെയുള്ള മെയിൻ്റനൻസ് ഒന്നും വേണ്ടല്ലോ. അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ട് ഈ ജലപാതയ്ക്ക്. ഗൾഫിലൊക്കെ പണ്ട് മനുഷ്യർ കപ്പലിലാണ് പോകുന്നത്. പൗലോസ് പായ്ക്കപ്പലിലാണ് ഉലകം ചുറ്റിയത് 3 തവണ. അപ്പോൾ ഹിപ്പാലസ് എന്നൊരു കൊടുങ്കാറ്റുണ്ടായിരുന്നു. പ്രത്യേകതരം കാറ്റാണ് ഹിപ്പാലസ്. 45-ലാണ് ആ ഹിപ്പാലസിൻ്റെ ഗതി കണ്ടുപിടിക്കുന്നത്. കാറ്റതിന് മുമ്പേ ഉണ്ട്. ഈ കാറ്റുകളുടെ സഹായത്തോടെയാണ് ഈ വാസ്കോഡി ഗാമ അടക്കമുള്ള ആളുകൾ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നത്. ഇപ്പം പായ്ക്കപ്പൽ തിരിച്ച് ഈ വാസ്കോഡി ഗാമയ്ക്ക് അവിടെ ചെല്ലാൻ 3.5 കൊല്ലം എടുത്തു, വസ്തുക്കളൊക്കെ ആയിട്ട് ചെല്ലാൻ വേണ്ടി. അപ്പോൾ പായ്ക്കപ്പലുകളിലെ യാത്ര ഒക്കെ നിലനിന്നിരുന്ന അത്തരം കാലം. അപ്പോൾ ഇതിലൂടെ ട്രേഡ് ആൻഡ് കൊമേഴ്സ് ശക്തിപ്പെട്ടിരുന്നൊരു കാലം. വഴികൾ ഇന്ന് കാണുന്ന നിലയിലല്ല, എങ്കിലും റോമിലൊക്കെ റോഡുണ്ട് കേട്ടോ. എല്ലാ റോഡും റോമിലേക്കെന്ന പഴമൊഴിയുണ്ട്. കല്ലുവാകി ഉറപ്പിച്ച റോമൻ റോഡുകൾ പ്രസിദ്ധമായിരുന്നു. ബാബിലോണിലെ റോഡുകളും പ്രസിദ്ധമായിരുന്നു. ബാബിലോണിയ റോഡുകളുടെ പ്രത്യേകത വളവും തിരിവുമില്ലാതെ നിവരേ തുറക്കുന്ന റോഡുകളാണ്. അതിൻ്റെ ഇരുവശവും തണൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. ഇത്ര ഭംഗിയുള്ള റോഡുകൾ അന്നുണ്ട്. കാര്യമായ റോഡൊന്നും ഇല്ലാതിരുന്ന ഒരു സ്ഥലം നമ്മുടെ ഇന്ത്യയാണ്, നമ്മുടെ കേരളമാണ്. കേരളത്തിലൊന്നും റോഡില്ല. കേണൽ മൺറോ നമ്മുടെ തിരുവിതാംകൂർ രാജാവിൻ്റെ അടുത്ത് എന്ന് പറയും, നമുക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു റോഡ് വെട്ടണം. ബ്രിട്ടീഷ് ഇന്ത്യയിലാണ്. രാജാവ് അമ്പരന്നു. ഒന്നാമത് റോഡിൻ്റെ ഒരു ആവശ്യമില്ല, കാരണം ഇവർക്ക് റോഡ് വേണ്ട. ഇവരെ ഈ പല്ലക്കെന്നറിയപ്പെടുന്നൊരു സംവിധാനത്തിൽ ഇരുത്തി മനുഷ്യൻ ചുമന്നുകൊണ്ട് പോവാണ്. ഇവർക്ക് വഴിയും വേണ്ട, റോഡും വേണ്ട. അവിടെ കയറി അനങ്ങാതെ ഇരുന്നാൽ മതി. മനുഷ്യർ കാടും പള്ളയെ കിടന്ന് ഇവരെ എടുത്തുകൊണ്ട് പൊക്കോളും.
അപ്പോൾ എന്തിനാ പിന്നെ വഴി? അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് റോഡ് വലിയ ഗൗരവമില്ല. അദ്ദേഹം പറഞ്ഞ മുറജപം എന്ന പേരിൽ 12 വർഷത്തിലൊഴിക്കെ നടക്കുന്ന ഒരു ആചാരം ഇവിടെ ഉണ്ട്. പരദേശ ബ്രാഹ്മണരെയൊക്കെ വിളിച്ച് സദ്യ കൊടുക്കുന്ന ഒരു ഏർപ്പാടാണ് ആന്ധ്രയിൽ നോക്കേ. അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. മൺട്രോ പറഞ്ഞു പൈസ വേണ്ട, അത് വെട്ടാൻ വേണ്ട സപ്പോർട്ട് ചെയ്താൽ മതി, തൊഴിലാളികളെയൊക്കെ വേണം. ആ സമ്മതിച്ചു. കേണൽ മൺട്രോ തിരുവനന്തപുരം മുതൽ കൊല്ലം വരെയുള്ള സ്ഥലങ്ങളിലെ സ്ത്രീ പുരുഷന്മാർ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ വിളിച്ചു. അതുവരെ കേരളം കണ്ടത് ഊഴിയ വേല എന്ന ഒരു തൊഴിൽ രീതിയാണ്. എന്താണ് ഊഴിയ വേല? ഭക്ഷണത്തിന്, പണിക്ക് പകരം ഭക്ഷണം, ഫുഡാണ് കൊടുക്കുന്നത്. ഒരു പിടി ധാന്യം വീട്ടിലേക്കും കൊടുത്തോട്ടും. അല്ല കൂലി എന്നൊന്നില്ല, പണമൊന്നൊന്നില്ല. മലയാളി ആദ്യം കൂലി കണ്ട് പൈസ വാങ്ങി ജോലി ചെയ്തത് നാഷണൽ ഹൈവേയുടെ വർക്കിനാണ്. അത് കൊടുത്തത് കേണൽ മൺട്രോയാണ്. ഈ പണം കണ്ട് ഒരേ കണ്ണ് തള്ളിപ്പോയി. അന്ന് ഈ പണത്തിന് പറയുന്ന പേര് ചക്രം എന്നാണ്, പത്മനാഭൻ്റെ ചക്രം. അവിടെ നിന്നാണ് ഈ കമ്മട്ടം ഇതടിച്ച് പുറത്തേക്ക് വിടുന്നത്. നോക്കണേ, പാവപ്പെട്ട ചാന്നാർ യുവതികൾ ഈ പൈസ കണ്ടു, പുരുഷന്മാരൊക്കെ കണ്ടു. ഈ കാശുമൊക്കെ ആയിട്ട് ഒരാഴ്ചത്തെ കൂലി വാങ്ങി വീട്ടിൽ വന്നിട്ട് പുരുഷന്മാരെല്ലാം പോയി കള്ളു കുടിച്ചു. കള്ളു കുടിക്കാൻ അനുവാദമില്ലാത്തതാണ് അവർക്ക്, കാരണം അയിത്തമുണ്ട്. കള്ളു കുടിച്ചിട്ട് ചാലാക്കമ്പോളത്തിലിറങ്ങി അവിടെ മുതൽ തെറി തുടങ്ങി. നടന്ന സംഭവമാണ്, കേരള ചരിത്രത്തിലുള്ളതാണ്. തെറി വിളിച്ചു രാജാവിൻ്റെ മുമ്പിൽ വന്ന് പുള്ളിയും കൂടെ തെറി വിളിച്ചു. എന്തിനാന്ന് വെച്ചാൽ ഇത്രയും നാൾ പുള്ളിയോട് ഇവരോട് ചെയ്ത ആ ദുഷ്കൃത്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചിട്ട് പൂരത്തെറി. വലിയ പ്രശ്നമായിപ്പോയി. അപ്പോൾ കാശ് കയ്യിലിരുന്നാൽ കിട്ടാവുന്നൊരു ധൈര്യം കണ്ടില്ലേ, ഭയങ്കരമായിപ്പോയി. ചുരുക്കി പറഞ്ഞാൽ കേണൽ മൺട്രോ ആണ് നമ്മൾ ഇന്ന് കാണുന്ന തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഹൈവേയുടെ രൂപവൽക്കരണം. അങ്ങനെയാണ്. പിന്നെ ആ റോഡിൽ നമ്മൾ വർഷാവർഷം ഒന്ന് റീടാർ ചെയ്തിട്ട് ഒരു വെള്ള വരയിടുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഒരു വെള്ള വരയിട്ട ഏത് വരെയും ഏത് റോഡും ഹൈവേ ആകും. ഏത് റോഡും ഹൈവേ ആക്കാൻ അല്പം കുമ്മായം മതി എന്നർത്ഥം. ഒരു പ്രശ്നമില്ല. പോട്ടെ. അപ്പോഴേ ഇത്രയും പറഞ്ഞത്, ഈ പ്രധാന നഗരങ്ങളെല്ലാം പണ്ട് നദീതീരത്താണ്. നമ്മുടെ നാട്ടിലേക്കും വന്ന ബ്രിട്ടീഷുകാർ നദീതീര നഗരങ്ങളെല്ലാം ഹൈജാക്ക് ചെയ്തു. ബ്രിട്ടീഷുകാർ മാത്രമല്ല, ഡച്ചുകാരും ഫ്രഞ്ചുകാരും ഒക്കെ ഈ കൊച്ചിയും ആലപ്പുഴയും ഒക്കെ പ്രിയപ്പെട്ട സ്ഥലങ്ങളായിരുന്നു. ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകാൻ, വാങ്ങാൻ ഇത് വളരെ വിലപിടിപ്പുള്ള പ്രിയപ്പെട്ട സ്ഥലങ്ങളാണ്. ആ ഘട്ടത്തിൽ ഇത്തരം സ്ഥലങ്ങളിലെല്ലാം ഒരു നദി ഉണ്ടെന്ന് ഉറപ്പ്. ഇന്ത്യൻ സംസ്കാരം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ പഠിച്ചാൽ ഭാരതീയ സംസ്കാരം, ഇൻഡസ് വാലി എന്നൊക്കെ നമ്മൾ പറയുന്ന സിന്ധു നദീതട സംസ്കാരം, അത് നദീതീരത്താണ്. ഇനി ചൈനയിൽ ചെന്നാൽ ഹൊയാങ്ഹോ നദിയുടെ തീരത്താണ് അവരുടെ സംസ്കാരം രൂപപ്പെട്ടു വരുന്നത്. ഇനി ഈജിപ്തിലേക്ക് എന്നാൽ നൈൽ നദിയുടെ തടത്തിലാണ് അവരുടെ സംസ്കാരങ്ങൾ ഡെവലപ്പ് ചെയ്യപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ സ്വർഗീയ സംസ്കാരം, അവിടുത്തെ നാഗരികത ഒരു നദിയുടെ തീരത്താണ്. ആ നദിയെപ്പറ്റിയാണ് പറഞ്ഞത്. വീഥിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം. പിന്നെ സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദി. ഇത് പറയുമ്പോഴേ ലോകത്തിൽ പലതരം വെള്ളമാണ്. വെള്ളം മനുഷ്യൻ്റെ ദാഹത്തിനും ശുദ്ധീകരണത്തിനുമുള്ളതാണ്. പക്ഷേ ഏറ്റവും വലിയ മാലിന്യവാഹിയും വെള്ളമാണ്. അതിനൊരു ബൈബിളിൽ തന്നെ തെളിവ് തരാം. മിഡിൽ ഈസ്റ്റിന് കിട്ടാവുന്ന ഒരേ ഒരു ശുദ്ധജലം ഗലീലിയക്കടലിലെ വെള്ളമാണ്. ഈ ഗലീലിയക്കടൽ ഒരു കടലല്ല, അതൊരു തടാകമാണ്. ആ തടാകത്തിലെ വെള്ളം വീണ്ടും ജാതികളുടെ ഗലീലി എന്നറിയപ്പെടുന്ന ഭൂപ്രദേശത്തു കൂടി ഒഴുകും. നമ്മുടെ ഗദരദേശം, മറ്റേ ഭ്രാന്തൻ വന്ന സ്ഥലം, ഇതുവഴി ഒഴുകി താഴേക്ക് പോകും. ഗലീലക്കടലിലെ വെള്ളമാണ് യോർദാനിലെയും വെള്ളം. കാരണം ഈ ഗലീലക്കടലെന്ന തടാകത്തിൽ ചൊരുക്കുട്ടി വച്ചിട്ടുള്ള ആ വെള്ളം ബഹിർഗമിച്ച് പുറത്തു പോകുന്ന ഒരു ചാലിൻ്റെ പേരാണ് യോർദാൻ.
ഇവിടുന്നാണ് വളരെ വ്യത്യസ്തങ്ങളായ 153 മത്സ്യങ്ങൾ വില വീശി പത്രോസിന് കിട്ടുന്നത്. ഈ 153 വെറൈറ്റികളാണെന്നാണ് കണക്ക്. സുലഭമായ മത്സ്യസമ്പത്തുള്ള ഒരു ചെറിയ തടാകം, നല്ല വെള്ളം. ഇനി രസവഹമായൊരു കാര്യമുണ്ട്. ഈ തടാകം അന്ന് ധാരാളമായി മനുഷ്യൻ അടുത്ത കാലത്ത് കുടിച്ച് ആവശ്യകതകൾക്കെടുത്ത് വറ്റാൻ തുടങ്ങിയപ്പോഴേക്കും ഐക്യരാഷ്ട്രസഭ ഇവിടേക്ക് 3 പ്രതിനിധികളെ വിട്ടു പഠിക്കാൻ, സയൻറ്റിസ്റ്റുകളെ. ഒരാൾ ഈജിപ്തിൽ നിന്ന്, മറ്റൊരാൾ സിറിയയിൽ നിന്ന്, ഇനിയൊരാൾ ലെബനിൽ നിന്ന്. വലിയ സയൻറ്റിസ്റ്റുകളാണ്. അവരൊരു ഗവേഷണം നടത്തിയൊരു കാര്യം പറഞ്ഞു. 96 ആകുമ്പോഴേക്കും ഈ ഗലീലിയക്കടൽ വറ്റും, വെള്ളമില്ലാതെ വരും. ഇസ്രയേലിൽ ഏറ്റവും അസുലഭമായ വസ്തുവായി വെള്ളം മാറും. ഇന്നും മിഡിൽ ഈസ്റ്റിൽ പെട്രോളിനേക്കാൾ വില വെള്ളത്തിനുണ്ട്. ഇതേ വിധത്തിലാകും വെള്ളം. ആ നിരീക്ഷണം കേട്ടപാടെ അവരുണർന്നു. എന്ത് ചെയ്യുന്നറിയണ്ടേ? മധ്യധരണിക്കടലിലെ വെള്ളമടിച്ച് ഹെർമോന്യ മലയുടെ മുകളിൽ കയറ്റി അവിടെ നിന്ന് ഉപ്പ് വേർതിരിച്ചെടുത്ത് ലോകത്തിലെ ഏറ്റവും ക്വാളിറ്റിയുള്ള ഉപ്പ് അതുണ്ടാക്കി. അതിൻ്റെ ലവണാംശം എടുത്തു കളഞ്ഞപ്പോൾ, മാറ്റിയപ്പോൾ വെള്ളം ശുദ്ധജലമായി. ഈ ശുദ്ധജലം ഈ നീരൊഴുക്കിലൂടെ വീണ്ടും വരും വഴിക്ക് തടയണ കെട്ടി വെള്ളം സംഭരിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു. ആ വെള്ളം വീണ്ടും പുറപ്പെട്ടു വന്നു. അതിനെ ഗലീലിയക്കടലിൽ കൊണ്ടിറക്കി. ഗലീലിയക്കടൽ വീണ്ടും ഉയരാൻ തുടങ്ങി. 96 ഗലീലിയക്കടൽ വറ്റുമെന്ന് നിരീക്ഷിച്ചവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 93 കടൽ ജലം ഉയർന്നു. ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ വന്ന് നിരീക്ഷണം നടത്തിപ്പോയോ അവിടേക്കൊക്കെ ഇന്ന് വെള്ളം കയറ്റി വെച്ച് വിറ്റ് പണം സമാഹരിക്കുന്ന ഒരു രാജ്യമായി അത് മാറി. ഈ വെള്ളത്തിനൊത്തിരി പ്രത്യേകതയുണ്ട്. അത് തന്നെ മറ്റൊരു പ്രസംഗ വിഷയം. ഈ വെള്ളം യോർദാനിലൂടെ ഒഴുകി അങ്ങ് താഴെ ചെല്ലുമ്പോൾ ഇത് ചെല്ലുന്ന സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ചാവുകടൽ, ദ ഡെഡ് സീ. ഇത് ചാവുകടലിലാണ് ചെല്ലുന്നത്. ഇടയ്ക്ക് ചെറിയൊരു തടാകമൊക്കെ ഉണ്ട്. ഇതും കടന്ന് ചാവുകടലിൽ ചെല്ലും. ചാവുകടലൊരു പ്രത്യേകതയുണ്ട്. ലോകത്തിലേറ്റവും സാന്ദ്രത കൂടിയ വെള്ളമാണ്. സാന്ദ്രത കൂടിയ വെള്ളം. അതുകൊണ്ട് തന്നെ നമ്മളൊരാൾ തലമുക്കിയാൽ അവിടെ ഒന്ന് ചാടിച്ചാകാമെന്ന് വിചാരിച്ചാൽ അത്ര എളുപ്പമല്ല. കാരണം പൊങ്ങിക്കിടക്കുക വെള്ളത്തിൽ. ഇനി മലയാളിയല്ലേ, അല്പം ബലം പിടിച്ച് ഒന്ന് മുങ്ങാമെന്ന് വെച്ചാൽ പിന്നെ പൊങ്ങാനും പാടാ, വലിയ പാടാ, കട്ടി അതുപോലെ. അത്തരം വെള്ളമാണ്. ഇനി ഒന്നുകൂടെ, ഈ ഗലീലിയക്കടലിലെ മത്സ്യങ്ങൾ പലഘട്ടം ഒഴുകി ജോർദാനിലൂടെ താഴെ വരും. പുതുമ തേടിപ്പോന്നാകാം. പക്ഷെ ചാവുകടലിലേക്ക് ചാടുകയും ചാവുകടലൊരടി ഈ മത്സ്യത്തിന് തിര ഒറ്റയടിക്ക് ഇവൻ പുറത്തിടും. 2 ചാട്ടം ചാടും. നമ്മളോർക്കും വിടുതലിൻ്റെ വലിയ ആരാധന ഉണ്ടാക്കുക, അതാ ഈ ചാട്ടമൊന്നും. ഈ പുതുമ തേടി ചിലരിങ്ങനെ ഒരു പോക്ക് പോയി അവസാനം ചാവുകളിലൊരടി, കരയ്ക്ക് 2 ചാട്ടം. കാക്ക പോലും വരില്ല ഇവനെ ഭക്ഷിക്കാൻ, ഉറുമ്പ് വരില്ല ഭക്ഷിക്കാൻ. അത് ജീർണിക്കാൻ കാലമെടുക്കും. കാരണം ചാവുകടൽ ജീവനുള്ള ഒന്നിനെയും വേണ്ട. ലോകത്തിലെ സകല കടലും ഏതെങ്കിലും ഒരു കടലോട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അങ്ങനെയാണ് തീരുന്നത്. പക്ഷെ ചാവുകടലിന് ഒരു കടലുമായിട്ടും ബന്ധമില്ല. അതിൻ്റെ കാരണം യഥാർത്ഥ കടൽ നിരപ്പിൽ നിന്ന് 1000 അടി താഴെ. സങ്കല്പിക്കോ നിങ്ങൾ ഇടുക്കിക്കാരെ, ഏതാണ്ട് 600 അടി ഉയരത്തിലാണെങ്കിൽ കടലിൽ നിന്ന് ചാവുകടൽ 1000 അടി താഴെ യഥാർത്ഥ കടലിൽ നിന്ന് വെള്ളം ചേരില്ല. ഈ ചാവുകടൽ അതുകൊണ്ട് തന്നെ ശാപഗ്രസ്തമായ സോദോംഗൊമോറയുടെ കത്തി ഉരുകിത്തീർന്ന അവശിഷ്ടങ്ങൾ സംക്ഷേപിച്ചുണ്ടായതാണ്. ബൈബിൾ അത് തെളിവ് നൽകുന്നുണ്ട്.
ഇനി നടക്കാനിരിക്കുന്നൊരു യുദ്ധത്തിൽ ചാവുകടൽ വഹിക്കാനിരിക്കുന്ന പങ്ക് എസെക്കിയേൽ പ്രവചനത്തെക്ക് ആസ്പദമാക്കി പറയാനുണ്ട്. പക്ഷേ എന്നിട്ടും ഇവിടേക്ക് കൊണ്ട് മത്സ്യങ്ങളെ തട്ടി നല്ല വെള്ളം, ഗലീലിയായിലെ നല്ല വെള്ളം കൊണ്ട്, മത്സ്യസമ്പത്ത് കൊണ്ട് ഇങ്ങനെ ചാവുകടൽ തട്ടി തീർക്കുന്ന കുറ്റം ചുമത്തി. ഈ യോർദാൻ എന്നിട്ട പേരാണ് യോർദാൻ എന്നുവെച്ചാൽ മരണമെന്ന്. കൊലയ്ക്ക് കൂട്ട് നിൽക്കുന്ന പണിയാണ് യോർദാൻ കൊണ്ട് നല്ല വെള്ളത്തെ ഇങ്ങനെ തീർക്കുക. പക്ഷെ പ്രവാചകൻ ഒരു ദിവസം പറയുക, അതിൻ്റെ തീരത്തെ ഏൻ ഗതി മുതൽ ഏൻ എഗ്ലയും വരെ ഒരു ദിവസം മീൻപിടുത്തമുണ്ടാവും. പെരുത്ത മീൻകുട്ടമായിരിക്കും വന്നു. ഏതാ ഒരു തവള പോലും വാൽമാക്രി പോലും വളരാത്ത കടൽ നോക്കി പ്രവചിക്കാൻ ധൈര്യം ഭക്തന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇന്നൊന്നുമല്ല. ഒരു ജലധാര ഒഴുകി വരും. മാലികത്തിൻ്റെ ഉമ്മറപ്പടിയിൽ നിന്നൊരൊഴുക്കാണ്. 1000 മുഴം അവൻ അളന്നു. ആ വെള്ളമൊഴുകിയ സംഭവങ്ങൾ കേട്ടിട്ടില്ലേ? ഒടുക്കം ഒഴുകി ചാവുകടലിനെയും ശുദ്ധീകരിച്ച് പഥ്യമാക്കി തീർക്കുന്ന, മനോഹരമാക്കുന്ന 1000 ആണ്ട് വാഴ്ചയിലെ ഈ ഭൂമിയുടെ പുനർനിർമ്മിതി സങ്കല്പമാണ് മുൻകൂട്ടി തിരുവെടുത്തെഴുതിയിരിക്കുന്നത്. ഏൻഗതിയും ഏനഗ്ലയും ചാവുകടലിൻ്റെ 2 തീരങ്ങളാണ്. ഈ 2 തീരത്ത് മീൻപിടിക്കാർ വല വീശും. മത്സ്യമിന്ന് വളരാത്ത, ഗുണപരമായൊന്നും തരാത്ത ആ സ്ഥലത്തിനും വലിയ മാറ്റമുണ്ടാകും. ആ വലിയ മാറ്റങ്ങളെ ബൈബിൾ മുൻകൂട്ടി പ്രവചിച്ചു. എന്നാൽ ഇനി വരാനിരിക്കുന്ന പുതുവാന ഭൂമിക്കൊരു പ്രശ്നമുണ്ട്. കടലേ ഇല്ല. ഞാൻ സമുദ്രത്തെ നോക്കി, അതിനെ കണ്ടില്ല. നോക്കണേ, കടൽ എവിടെ പോയൊരു പിടിയില്ല. കടലില്ലാത്ത ഒരു ലോകത്തെ പ്രവാചകൻ ദർശിച്ചു. പക്ഷെ ഒരു വിഷയം, നദി ഉണ്ട് താനും, കടലില്ല. ജീവജല നദി അവൻ എനിക്ക് കാണിച്ചു തന്നു. ആ ജീവജല നദി കാണുന്ന ഒരാൾക്ക് സ്വാഭാവികമായി തോന്നാവുന്ന ഒരു തോന്നലുണ്ട്, ഇത് ഒഴുകുന്നുണ്ടല്ലോ. ഒഴുകി എവിടെ ചേരും? കടലില്ലല്ലോ. ഒന്ന് മനസ്സിലാക്കണം, ഭൂഗുരുത്വത്തിൻ്റെ സാമാന്യ നിയമം അനുസരിച്ച് താണ നിലം തേടി നീരോട്ടമുള്ളിടം തേടി 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 താഴേക്ക് പോകലല്ല ഈ നദി, സങ്കല്പങ്ങൾക്കപ്പുറത്തെ പുതിയ നദി. കാരണം അത് ജീവജല നദിയാണ്. ആ ജീവജല നദിയുടെ ഓരോ തന്മാത്രയ്ക്കുമുണ്ട് ചില ക്വാളിറ്റി. ആർക്കും വിശദീകരിക്കാനാവാത്ത സമൃദ്ധമായ അത്തരം നിരവധി ഗുണങ്ങളുടെ, മഹിമകളുടെ ഒരു വലിയ സങ്കലനമാണ് ഈ നദി. ആ നദി അശുദ്ധിയുള്ള ഒന്നിനെയും സ്വീകരിക്കില്ല. ആ നദി വിശുദ്ധന്മാർ മുഖാമുഖം കണ്ട്, കണ്ണുകൊണ്ട് കണ്ട് അതിനെ ദർശിക്കുമ്പോൾ മുഖം ഈ കണ്ണാടിയിൽ എന്ന വണ്ണം വെട്ടിത്തിളങ്ങുന്ന പളുങ്കു കടലാണ് എന്ന് കൃത്യമായി ഇവിടെ എഴുതിയിരിക്കുമ്പോൾ ഇതാ അത് വീഥിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൻ്റെ മുമ്പിൽ നിന്നൊഴുകുന്നു. അപ്പോൾ പിന്നെ ഈ നദിക്ക് എന്തു പറ്റും? എത്ര ചിന്തിച്ചിട്ടും പെട്ടെന്ന് ഉത്തരം തരാൻ കഴിയാത്ത, പിടിതരാൻ കഴിയാത്ത ഈ നദിയെ ഏതെങ്കിലും വിധത്തിലൊന്ന് ഒഴുക്കാൻ ശ്രമിച്ചാൽ ഒരു ഉത്തരം കിട്ടും. ഈ നദി ഈ മനോഹരമായ പുതിയ യെരൂശലേമിൻ്റെ വീഥികളിൽ ഓരോ ഇടങ്ങളിലും ഒഴുകി 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 നിർബാധം സഞ്ചരിച്ച് എവിടെ നിന്ന് നദി പുറപ്പെട്ടോ ആ സ്ഥലത്തേക്ക് ചെന്ന് ചേരുന്ന രംഗം ഒന്നോർത്താട്ടെ. അങ്ങനൊരു നദിക്കും ഒഴുകാൻ പറ്റില്ലെങ്കിൽ വിഭിന്നമായൊരു നദി, ദൈവപരിജ്ഞാനത്തിൻ്റെ സമഗ്രതയിൽ ഒരു തുള്ളി വെള്ളത്തിനും നഷ്ടമില്ലാത്ത വിധത്തിൽ ആ നദി സദാ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന മനോഹാരിത, ആ മനോഹാരിതയുടെ തീരത്ത് വിളർന്ന മഹാസംസ്കാരമാണ് പുതിയ യെരൂശലേം. അതാണ് അബ്രഹാം ഹൃദയത്തിൽ ദർശനം കണ്ടത്. അത് കണ്ടതുകൊണ്ട് ആ വിളിയുടെ പിന്നാലെ അബ്രഹാം ഇറങ്ങിത്തിരിച്ചതെങ്കിൽ ഈ രാത്രി വചനം കേൾക്കുന്നവരെ നമുക്കും ഒരു യാത്രയുണ്ട്. ആ ശബ്ദമാണ് നമ്മളെ ഇന്ന് രാത്രി വിളിക്കുന്നത്. വരിക എന്ന ആത്മാവും മണവാട്ടിയും പറയുന്നത് ഞാൻ കേട്ടു. ഈ ശബ്ദത്തിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചാർക്കും പരാജയപ്പെടാൻ ഇടവരാത്ത വിധത്തിൽ ആ ശബ്ദം സ്വാന്തനമായി, ദൈവകൃപയായി, വിടുതലായി, രോഗശാന്തിയായി, പ്രതിസന്ധികളുടെ മീതെ അത്ഭുതമായി നമ്മുടെ മതത്തിൽ വ്യാപരിക്കുന്നെങ്കിൽ, അകത്തും പുറത്തും ആ ശബ്ദം കൂടാതെ ഒരാളെങ്കിലും ഇന്ന് രാത്രി ഇരിക്കുന്നെങ്കിൽ വരിക, അവന്റെ അരികിലേക്ക് ജീവജലത്തിന്റെ ഉറവെ നമുക്ക് ദാനം ചെയ്യാൻ കഴിയുന്ന ആ ദൈവപുത്രന്റെ പാദാന്തിക നമുക്ക് അടുത്ത് വരാം. ഹല്ലേലൂയ. ഇവിടെ വീണ്ടും ചില കാഴ്ചകൾ കാണാം. വായിക്കാം, തുടരാം.
നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. ഇതാകെ കുഴപ്പമായി. മാസം എങ്ങനെ കണ്ടുപിടിക്കും? കാരണം രാത്രി അവിടെ ഇല്ല. ഞാനൊരു ശബത്തുകാരനോട് ചോദിച്ചതാണ്. ക്ഷമിക്കണം, ഈ ഭൂമിയുടെ 2 ധ്രുവങ്ങളുണ്ടല്ലോ. ഞാൻ ഈ ഡിബേറ്റിന് ഗ്ലോബും കൊണ്ട് പോകുന്നു പറഞ്ഞു, വലിയ പരാതിയാണ്. പക്ഷേ അതുകൊണ്ട് പോയാൽ ചിലരെ ചുറ്റിക്കാനുള്ള സാധനം അതിനകത്തുണ്ടതാ. എന്നാ കൊണ്ടുവന്നേ 2 ധ്രുവങ്ങളെ. ഇവിടെ 6 മാസം പകലും 6 മാസം രാത്രി. ഇവിടെ 6 മാസം പകലും 6 മാസം രാത്രി. എനിക്ക് ശബത്തൊന്ന് ആചരിക്കണം ഇവിടെ നിന്ന്. നിങ്ങളുടെ സ്വന്തം കണക്ക് വേണ്ട, ബൈബിളിൽ തരണം. ഊഹമൊക്കെ കൈവച്ചാൽ മതി. എനിക്ക് ശബത്തൊന്ന് ആചരിക്കണം എന്നാണ് ദൈവം സ്വസ്ഥമായിരിക്കുന്നത്. ഇയാളെന്നോട് പറയാ, എടോ ഇയാളൊരു അഹങ്കാരിയാണെന്ന് എനിക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായാന്ന്. ആലോചിച്ച് നോക്കി, ഞാൻ എന്തോ ചെയ്യുന്നത്? ദാവീദ് പറഞ്ഞൊരു വാക്കല്ല ഞാൻ പറഞ്ഞുള്ളൂ. ഇത് വച്ചിട്ട് അപ്പോൾ ചിലയിടത്ത് ഈ കണക്ക് പറ്റില്ല. കാരണം ശബത്ത് പ്രാദേശികമാണ്. അന്ന് നമുക്ക് ശബത്തുണ്ടോ? ഉണ്ട്. നമ്മളാ ശബത്തുകാർ കേട്ടോ. എന്താ കാര്യം? ബൈബിളിലൊരു ശബത്തുണ്ട്. 7 ദിവസങ്ങളുടെ കണക്കെടുത്താൽ 6 ദിവസങ്ങളിലും പറയും സന്ധ്യയായി ഉഷസ്സുമായി. 1-ാം ദിവസം, 2-ാം ദിവസം, 7-ാം ദിവസം സന്ധ്യയില്ല, ഉഷസ്സുമില്ല. പിടിയോ? സന്ധ്യയായി ഉഷസ്സുമായി 7-ാം ദിവസം കണിയോ ഇല്ല. അപ്പം നിങ്ങൾ ഉദ്ദേശിച്ച സംഭവമല്ലത്, സംഗതി വേറെയാ. എന്താണെന്നറിയാൻ എബ്രാലേനെക്കാണ്ട് പറഞ്ഞാൽ പറയും, ആ ദിവസമേ തമ്പാനടുത്ത് ഇങ്ങനെ പൂട്ടി വെച്ചേക്കുക തൽക്കാലം. ഒരു ദിവസം എടുക്കും. ദൈവത്തിൻ്റെ ജനത്തിന് ഒരു ശബത്തനുഭവം ശേഷിച്ചിരിക്കുന്നു. ഇത് റീപ്ലേസ് ചെയ്യുന്ന ഒരു ദിവസം വരുമെന്ന് മാറ്റി വെച്ചിരിക്കുക. അത് നമുക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് ശബത്ത്. എന്തിനാ? യഹോവയായ ദൈവം നമ്മോടുകൂടെ വസിക്കേണ്ടതിന്, നമ്മോടുകൂടെ സമയം ചിലവഴിക്കേണ്ടതിന്. ഒരു പ്രത്യേകതയുണ്ടേ, എൻഡ്ലെസ് ടൈം. സമയമില്ലാത്ത സമയക്രമത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചു പോകുന്ന ഒരു നവീന കലണ്ടർ അവിടെ. മനസ്സിലായില്ലേ? ക്ഷമിക്കണം, വേദപണ്ഡിതന്മാരൊക്കെ എന്നെ തിരുത്തണം. ഞാനൊരാൾ ചോദിച്ചു, ഈ മധ്യാകാശത്തിൽ 7 വർഷം താമസിക്കുമെങ്കിൽ കലണ്ടർ ഏതാണ്? മനോരമയാണോ? പറ, ഏത് കലണ്ടറാണ്? ഉത്തരം തരികയല്ല. പിന്നെ അത് ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഫേസ്ബുക്കിൽ കമൻ്റ് ഇട്ടിട്ട് കാര്യമില്ല, ആൻസർ പറയണം. സുഹൃത്തെ, ഭൂമിയിലെ സമയക്രമം പോയി അവരതിനെ ഓർക്കത്തില്ലെന്ന്. പുതിയ സമയക്രമമാണ്. അല്ല, മധ്യാകാശത്തിൽ മണിപ്പന്തലിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമെന്നൊക്കെ പറഞ്ഞാൽ അത് അതിസാഹസികതയാണ്. ജോസ് പാസ്റ്ററെ, മധ്യാകാശത്തിൽ മണിപ്പന്തലിട്ട് ഫുഡ് കഴിക്കാമെന്ന് ഓർക്കണ്ട. അങ്ങനെ വെളിപ്പാട് ദിവസം വായിച്ചാൽ മനസ്സിലാകും ഈ മണിപ്പന്തലിടുന്ന എതിർ ക്രിസ്തുവാണ്. ചിലർക്ക് അറിയില്ല, വായിച്ചു നോക്കറിയാം മണിപ്പന്തൽ ആരാ ഇടുന്നതെന്നൊക്കെ. ഞാനതൊന്നും അധികം പറഞ്ഞൊരു പ്രയാസം ഉണ്ടാക്കുന്നില്ല. വചനം പഠിക്കാത്ത എത്ര പാട്ടുകൾ. ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ചെയ്യാൻ തോന്നുന്ന കാര്യം, എന്താ ഇപ്പം ചെയ്യുക? മനസ്സിലായില്ലേ? ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ സമയക്രമം മാറും. അത് ഞാനൊന്ന് വ്യക്തമാക്കാം. എന്താ ഈ സമയം? നിർവചിക്കാവോ? വാട്ട് ഈസ് ടൈം? എൻ്റെ മോനൊരിക്കൽ പറഞ്ഞു, ഈ ഫിസിക്സ് ഭയങ്കര കട്ടിയാണ്. ഞാൻ പറഞ്ഞത് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യും, ഫിസിക്സ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രം തന്നെ ലോകത്തിൽ നിന്ന് എടുത്ത് കളയാം, പപ്പ സഹായിക്കാം. പക്ഷെ നീ അതിനുമ്പ് ഒരു പണി ചെയ്യണം. അതെന്താ? ഒറ്റ പണിയുള്ളൂ. ഐൻസ്റ്റീൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്നൊന്നുണ്ട്. ഇത് തെറ്റാന്ന് അങ്ങ് സ്ഥാപിച്ചാൽ മതി. ഫിസിക്സ് ആ വഴി അങ്ങ് പോയിക്കോളും. പിന്നെ അങ്ങനെ ഒരു സാധനം ഉണ്ടാവില്ല. കാരണം ഇത് മുഴുവൻ താങ്ങി നിർത്തുന്ന സാധനമാണ് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഓഫ് ഐൻസ്റ്റൈൻ, ആൽബർട്ട് ഐൻസ്റ്റൈൻ. ഇതിനകത്തേക്ക് കിടക്കുന്ന ആപേക്ഷികത ഒത്തിരി ഉണ്ട് കേട്ടോ. അത് ഐൻസ്റ്റൈൻ്റെ വിശദീകരണം അനുസരിച്ച് ടൈം, സ്പേസ് ആൻഡ് മാറ്റർ 3 ഘടകങ്ങളാണ്. സമയം, സ്പേസ് ആൻഡ് മാറ്റർ, പദാർത്ഥം. ഇത് 3ആണ് ശാസ്ത്ര സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനം. സമയം വേണം, പിന്നെ സ്പേസ്, പിന്നെ പദാർത്ഥം.
ഇവയുടെ പരസ്പര വിന്യാസമാണ്, അല്ലെങ്കിൽ ഇവയുടെ ഇതിൽ നടക്കുന്ന പ്രവർത്തനങ്ങളോ പ്രതിപ്രവർത്തനങ്ങളോ ശാസ്ത്ര സിദ്ധാന്തങ്ങളുടെ അകത്തുക. അങ്ങനെയൊക്കെ ബൈബിളിലേക്ക് വരാം. ആദിയിൽ സമയം വന്നോ നോക്കിയേ. ടൈം. ആദിയിൽ ദൈവം, സ്വർഗങ്ങൾ, സ്പേസ് വന്നു, ഭൂമി, മാറ്റർ വന്നു. ഈ പുസ്തകം തുടങ്ങുന്നതേ ഫിസിക്സിലാണ്. ഈ പുസ്തകം വന്നു കഴിഞ്ഞാൽ ഫിസിക്സ് ശാസ്ത്ര സിദ്ധാന്തമായിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങി. ടൈം, സ്പേസ് ആൻഡ് മാറ്റർ. മനസ്സിലായോ? ഇനി ഞാൻ പറയുന്ന അബദ്ധമാണെങ്കിലേ, കെമിസ്ട്രിയിലും ഫിസിക്സിലും അഗാധ പാണ്ഡിത്യമുള്ള ഒരാൾ നമുക്ക് സ്വന്തമുണ്ട്. നമ്മുടെ മാത്യു പി തോമസ് സാറ്. സാറിനെ അടുത്ത കാലത്ത് വിളിച്ചു പറഞ്ഞു, മോനെ ഞാൻ പുതിയ ചില കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട്, എൻ്റെ ആ പ്രസംഗമൊക്കെ കേട്ടു, ഒത്തിരി ഇൻഫർമേഷൻ ഞാൻ പുതിയ തരാം. അങ്ങനെ ഞങ്ങളൊരു പുതിയ കൂട്ടുകെട്ടിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഉള്ളൊരേറെ കിട്ടുന്നില്ല. അതാ ഇപ്പം നമ്മുടെ ഒരു സങ്കടം. ആരും വന്ന് വീഴട്ടെ. ശാസ്ത്രം മുഴുവൻ ഈ പോക്കറ്റില്ല, ശാസ്ത്രം ഞങ്ങളുടെ സ്വന്തമാണ് എന്നൊക്കെ പറഞ്ഞ് എത്തിസ്റ്റുകളുണ്ട്, നിരീശ്വരന്മാർ. ഒരു കാര്യം തുറന്നു പറയട്ടെ, വിജ്ഞാനം കൊണ്ട് ദാരിദ്ര്യരേഖയ്ക്ക് വളരെ താഴെ താമസിക്കുന്ന പാവങ്ങളാണ് ഈ നിരീശ്വരന്മാർ, സാധുക്കൾ. മറ്റൊരുത്തൻ്റെ ജ്ഞാനത്തിലാണ് ഇവരുടെ ഒരു വിശ്വാസം. മനസ്സിലായില്ലേ? വിഡിത്തെല്ലാം കൂടെ അടിച്ചു വിട്ടുകയാണ്. പോട്ടെ. ഇതുകൊണ്ട് ഞങ്ങളൊരു നിരീശ്വരനെ വിളിക്കാൻ പദ്ധതി ഇട്ടു പ്രോഗ്രാമിന്. വേറെ ആരുമില്ല, നമ്മുടെ രവിചന്ദ്രൻ മാഷ. ഈ ലൈവ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് കേൾക്കണമല്ലോ, അല്ലെ ചുമ്മാ ഇത് ഓരോരുത്തരാളെന്ന് പറയുന്നില്ല, നല്ലത് മാഷിൻ്റെ പേര് പറയുന്നു. മാഷിൻ്റെ ഒറ്റ കണ്ടീഷൻ എത്രയേ ഉള്ളൂ, ഈ നമ്മൾ ഓളിൽ, ഭിത്തിയിൽ അല്ലെങ്കിൽ സ്ക്രീനിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണിക്കരുത്. കാരണം എന്തറിയോ, ഓരോന്നും പിള്ളേർ പൊളിച്ചെടുക്കും. മാഷ് പറഞ്ഞ ശാസ്ത്രമല്ല, പരമ അബദ്ധമായിരുന്നു, അത് നാണക്കേടായിപ്പോയി. ഇതാ കാര്യം. വരില്ല, വന്നു വിടില്ല. എന്താ വന്നുവിടാത്തവർ? നമ്മുടെ അറിവല്ല എൻ്റെ ആധാരം. ഈ പുസ്തകം തരുന്ന കോൺഫിഡൻസ്, ഇത് തരുന്ന ധൈര്യം, ഇത് തരുന്ന ബലം. നമ്മൾ ഇന്ന് തുടങ്ങിയല്ലെന്നേ ഈ സംവാദമൊന്നും. ചിലയിടത്ത് ഇതൊക്കെ പുതിയ കാര്യമാണെന്നൊന്നുമല്ല, നമ്മുടെ പൂർവികർ തൊട്ട് തുടങ്ങിയ പണിയാണ്. അപ്പല്ലോസ്, പൗലോസ്, ബർണബാസ്, മൂന്നുപേരുടെ പണി എന്നാണെന്നറിയോ? ഒരുത്തൻ്റെ അനുഭവം ലൂക്കോസ് എഴുതിയ, അവൻ അവരെ മിണ്ടാതാക്കി. അടുത്ത ആളിൻ്റെ കാര്യം പറയാ, ക്രിസ്തു തന്നെ ദൈവപുത്രൻ എന്ന് തെളിയിച്ചു. ഒരാളുടെ ജോലിയുണ്ടോ? അടുത്ത ആളിൻ്റെ കാര്യം പറയാ, അവൻ അവരെ പരസ്യമായി ഖണ്ഡിച്ചു കളഞ്ഞു. ഈ പൈതൃകമാണ് നമ്മുടെ സിരകളിൽ ഓടുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ നോക്കൊന്നുമില്ല, വിജയം നമുക്കുള്ളതാണ്. ഇനി ഒന്നുകൂടെ പറയാം. എന്നാൽ ഈ ആദിയിൽ പറയാം, സമയം കണ്ടെത്തുക പാടാം. അതുപോലെ ഈ സമയം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു സങ്കല്പമാണ്, യാഥാർത്ഥ്യമല്ല. സമയം ഒരു യാഥാർത്ഥ്യമല്ല, ഒരു സങ്കല്പം. അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സമയം എന്നതിന് അർത്ഥമില്ല. ടൈം എന്ന് പറയുന്നത് ഈ ആക്ടിവിറ്റികളുടെ ഇടയിലെ മൂവ്മെൻ്റാണ്. രണ്ട് ആക്ടിവിറ്റികൾ, സംഭവങ്ങളില്ലെങ്കിൽ സമയമില്ല. ഉദാഹരണം, ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നില്ല എങ്കിൽ സമയം നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നൊരു സംഭവം വേണം. അത് കറക്റ്റ് അറിയാൻ നമ്മുടെ പഴയ അമ്മച്ചിമാർക്കാണ്. അതാ സ്കൂളിൽ ചേർക്കാൻ പറയില്ലും പറയുന്നത്, വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്താണ് ഇവനുണ്ടായത്. സംഭവമില്ല, സമയമില്ലെന്ന് കണക്ക് കൂട്ടാൻ പറ്റില്ല. ഇൻസിഡൻസ് ചൂണ്ടിക്കാണിച്ചേ പറയാൻ പറ്റൂ സമയം. അപ്പോഴെന്ത് ചെയ്യും? പറയാം. ആദിയിൽ നമുക്ക് മുമ്പോട്ടൊരു വരയിടാം, ഒരു ഡോട്ട്. ഇനി ഇങ്ങനെ പോവാ. ദൈവം സ്വർഗങ്ങളെ ഭൂമിയെ സൃഷ്ടിച്ചു, സന്ധ്യയായ ഉഷസ്സുമായി. അങ്ങനെ വന്ന് ഈ 2024 വരെ ഇങ്ങനൊരു രേഖ വരച്ചു പോകാം. അതാ ലോകം ചെയ്യുന്നത്. ഞങ്ങളുടെ വര അങ്ങനല്ല. ഞങ്ങളുടെ വര ഒരു രേഖയല്ല. നിങ്ങളുടെ വര ശാസ്ത്രമായിട്ട് ഒക്കൂല സാറേ. എന്താ കാര്യം എന്നറിയണ്ടേ? ഞങ്ങൾ സമയത്തെയും ലോകചരിത്ര സംഭവങ്ങളെയും ഒക്കെ വിവക്ഷിക്കുന്നത് ഒരു വൃത്തമായിട്ടാണ്. ഒരു വൃത്തം. ഇതിൻ്റെ തുടക്കം കണ്ടെത്താൻ പറ്റുമോ? ഇല്ല. അപ്പോൾ പിന്നെന്ത് ചെയ്യും? ആദിയിൽ എന്നെഴുതണമെങ്കിൽ ഇവിടെ നിങ്ങൾ പേന കുത്തിയോ, ദാണ്ട് അവിടുന്ന് തുടങ്ങാം. ദാണ്ട് ഇതാണ് ആദി. വൃത്തത്തിൽ ഇവിടെ കുത്തി ആദിയിൽ. ഇങ്ങനെ കാര്യാദികൾ പുരോഗമിച്ചു വരുമ്പോൾ
മോശ പറഞ്ഞു കൊടുത്തു, ആദിയിൽ ദൈവം സ്വർഗങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു. കേട്ടുകേൾവി അത് മനസ്സിലാക്കിയ കുഞ്ഞുങ്ങൾ ചോദിക്കില്ലേ സ്വാഭാവികമായിട്ട്, അച്ഛാ അപ്പോൾ അതിനു മുമ്പ് എങ്ങനെയായിരുന്നു? നമ്മുടെ ഹൈസ്കൂളിലൊക്കെ ഇങ്ങനെ ചോദിച്ചാൽ മിണ്ടരുതെന്ന് പറയും. അഭിഷിക്തന്മാർ പറയുന്നത് കേട്ടാൽ മതി എന്ന് പറയും. അനങ്ങരുത്. നമ്മുടെ ബിജു കവിയോട് ചോദിച്ചാൽ മതി, എന്നെയൊക്കെ ഇങ്ങനെ എഴുന്നേപ്പിച്ചിത്ര നിർത്തിയിട്ടുണ്ടോന്ന് പറയും. ഇങ്ങനെ ചോദ്യം ചോദിച്ചു വെച്ചാൽ മിണ്ടരുത്, അങ്ങനെ എഴുന്നേപ്പിച്ച് നിർത്തും. അപ്പോഴേ ഈ ക്രമം നമുക്കൊന്ന് പഠിക്കാം, ഒന്ന് മനസ്സിലാക്കാം. എന്താ സംഭവിക്കുന്നത് അറിയണ്ടേ? നമ്മൾ പുതിയൊരു ലോകത്തിലേക്ക് പോവല്ല ബൈബിളിൻ്റെ വീക്ഷണത്തിൽ. മോശയ്ക്കാന്ന് ഉത്തരം അറിയില്ല, ഇതിനു മുമ്പ് എന്താ. പക്ഷെ മരിക്കും മുമ്പ് മോശ ഉത്തരം പറഞ്ഞിട്ടാണ് മരിച്ച. ഒരു പാട്ടങ്ങ് പാടി. സഹോദരൻ്റെ നിര്യാണ വേളയിൽ ഹൃദയാന്തർഭാഗത്ത് ബഹിർഗമിച്ച ചിന്തകളെല്ലാം കൂടി ഒരു പാട്ടാക്കി എഴുതി വെച്ചപ്പോൾ പറഞ്ഞു, കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സംഗീതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനു മുമ്പ് നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സ്ഥാപിക്കുന്നതിന് മുമ്പ്. ഉൽപ്പത്തിക്ക് അപ്പുറത്ത് ചാടി. കണ്ടോ, വൃത്തത്തിൻ്റെ അപ്പുറത്തേക്കൊരു യാത്ര. അതും അങ്ങ് വരെ ചെല്ലുന്നില്ല. നീ അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവമാകുന്നു. അങ്ങനെ ചരിത്രത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും മോശയൊന്ന് പായിച്ചിട്ടു, വരവരച്ചിങ്ങനെ ഇട്ടു നമുക്ക് പൂരിപ്പിക്കാൻ. പിന്നാലെ വന്ന യോഹന്നാൻ പറഞ്ഞു, അതിനും അപ്പുറത്തൊരു ആദിയുണ്ടേ. എവിടെ? അത് പറഞ്ഞു കൊടുത്തു. ആദിയിൽ വചനമുണ്ടായിരുന്നു, ലോഗോസ്. വചനം അന്ന് ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. ഇത് യേശു പൂരിപ്പിച്ചു തന്നു. എങ്ങനെ പൂരിപ്പിച്ചെന്നറിയണ്ടേ? യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ പറയുക, പിതാവേ ലോകാരംഭത്തിന് മുമ്പ് നിന്റെ അടുക്കൽ എനിക്കുണ്ടായിരുന്ന മഹത്വത്തിലേക്ക് നീ എന്നെ കൈക്കൊള്ളണം. നമ്മൾ പോകുന്നൊരു പുതിയ ലോകത്തേക്കല്ല, ലോകാരംഭത്തിന് മുമ്പ് പുത്തൻ ഇരുന്ന ഇടത്തേക്ക് നമ്മളിങ്ങനെ കറങ്ങി വെളിപ്പാട് പുസ്തകം വഴി അവിടെ ചെല്ലുമ്പോൾ വീഥിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം. ഇപ്പം മനസ്സിലായോ? ഏകദേശം ഇങ്ങനെ പോവാ നമ്മളിങ്ങോട്ട്. കാലത്തെ പിന്നോട്ടും മുമ്പോട്ടും ചലിപ്പിക്കാൻ കഴിയുന്നവനാണ് ദൈവം. പ്രൈസലോ. നമുക്ക് പുറകോട്ട് കാലത്തെ ചലിപ്പിക്കാൻ വയ്യ. നമുക്കിത് ഫെബ്രുവരി 8, അത് 7 കഴിയില്ല. പക്ഷെ തമ്പുരാന് പുറകോട്ടും പ്രപഞ്ചത്തെ ചലിപ്പിക്കാം, മുമ്പോട്ടും ചലിപ്പിക്കാം. സമയം ഒരു സങ്കല്പമാണ് അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഇനിയും അത് മനസ്സിലാകാത്തവർക്ക് വേണ്ടി മറ്റൊരു ഉദാഹരണം പറയാം. നമ്മുടെ കൊച്ചറയിലെ പാസ്റ്റർ ഒരു തീരുമാനമെടുത്തു, ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം വരെ ഒന്ന് പോകണം. അപ്പോൾ വീട്ടുകാർ പറഞ്ഞു, അച്ഛാ അത് വേണോ, അതൊക്കെ വേണോ, അത്രയും പോകണോ? എനിക്ക് പോകണം. ശരി. 33 പ്രകാശവർഷം അകലെയാണ്. എങ്ങനെ പോകും? അത് 33 പ്രകാശവർഷം അകലെ അതേ വേഗത്തിൽ പോകുന്ന ഒരു വണ്ടി കിട്ടിയാൽ മതി. അങ്ങനെ ഫ്ലൈറ്റൊന്നും ആരും കണ്ടുപിടിച്ചിട്ടില്ല. ഒരു പ്രകാശവർഷം അറിയാമല്ലോ. അപ്പോൾ 33 പ്രകാശവർഷം ഏറ്റവും അടുത്താണ്. പാസ്റ്റർക്ക് അവിടെ പോകാൻ ഭൂമിയിലെ 33 ദിവസം മതി, 33 വർഷം. തിരിച്ചു ഭൂമിയിൽ വരാനും 33 വർഷം, ആകെ 66. തിരിച്ചു വരുമ്പോഴേക്ക് നമ്മളെയൊക്കെ ഒന്ന് പരിചയപ്പെടാൻ നോക്കുമ്പോൾ നമ്മളാരും ഇവിടെ ഇല്ല. അന്ന് 66 വർഷം കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ കൊച്ചുമക്കളൊക്കെ ഇപ്പോൾ അപ്പച്ചന്മാരായി. പക്ഷെ പുള്ളിക്കൊരു മാറ്റമില്ല, ഇച്ചിരൂടെ സുന്ദരനായിട്ട് വന്നിരിക്കുക. അദ്ദേഹം വന്ന് പുള്ളിക്കാരിയെ വിളിക്കുന്നില്ല, മക്കളെ വിളിക്കുന്നു. അവസാനം ചോദിച്ചു ആരാന്ന് ചോദിച്ചപ്പോൾ പറയും ഇന്നരാ. പിന്നെ മനസ്സിലാകും, നീ 66 വയസ്സുള്ള പിള്ളേർ അതിൽ ഓടി നടക്കുമ്പോൾ കൊച്ചുമക്കളാണ്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിനൊന്നും വരാഞ്ഞേ വേഗത കാരണം ഈ സ്ഥലവും കാലവും ഒന്നും തന്നെ സ്വാധീനിച്ചില്ല, ഭൂമിയിലെ ഘടകങ്ങളൊന്നും സ്വാധീനിച്ചില്ല. പിടികിട്ടിയോ? അപ്പോഴേ ദൈവം എന്ന് പറയുന്ന വ്യക്തി സ്ഥലം ബാധിക്കില്ല, സമയം ബാധിക്കില്ല, പദാർത്ഥം ബാധിക്കില്ല. മനസ്സിലായില്ല? ഒന്നുകൂടെ പറയാം. നമ്മളിത് പ്രാർത്ഥിക്കുക, കർത്താവേ
നിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലേക്കൊന്ന് അയക്കണേ. കർത്താവിനെ മാനെ, ഞാനിപ്പോൾ ഒക്കലഹവുമായില്ല, 2 മാസമായി പോയിട്ട്. കുമളി വരെ ഞാൻ വരുന്നുണ്ട്, പഴയതുപോലൊന്നും വയ്യ. ഇങ്ങനെ പറയുമോ? ഇല്ലെന്ന്. കാരണം ഒക്കലഹവുമായിലും ചന്ദനിലും ഇവിടെ ഒറ്റ ദൈവം ഒരുപോലെ. മലയാളത്തിൽ മനോഹരമായൊരു പരിഭാഷയാണ്. ഗതിഭേദങ്ങളുടെ ആച്ഛാദനമില്ല, ഒരെഫക്റ്റും അവനെ ബാധിക്കില്ല. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഇനി അടുത്തൊരു കാര്യമുണ്ടേ. ഈ സമയം ഇതുപോലൊരു സങ്കല്പമാണെങ്കിൽ സ്വർഗത്തിലെ സമയക്രമം ഭൂമിയിലെ സമയക്രമത്തോടൊരു ബന്ധമില്ല. ഉൽപ്പത്തിയിലെ കാര്യം ഒന്ന് പറഞ്ഞു തീർക്കട്ടെ. സന്ധ്യയായി, കണ്ടോ, ദിവസം തുടങ്ങുന്ന സന്ധ്യ എന്നാണ്. നമ്മുടെ കൺവെൻഷൻ തുടങ്ങുന്ന സമയത്താണ് സന്ധ്യയായി, ഉഷസ്സുമായി 1-ാം ദിവസം. നമ്മുടെ സങ്കല്പം നേരം ഉദിച്ചു നേരം ഇരുട്ടി. നോ, അത് തിരിച്ചായ ഏതന്യ സങ്കല്പം. പർദീസയുടെ സങ്കല്പം മറ്റൊന്ന്, സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. ഇതേ നമ്മൾ ഈ കണ്ട 24 hours അല്ല, ആ സംഭവമല്ല. എന്താ തെളിവെന്നറിയണ്ടേ? ആകാശഭൂമികളെ, ചരാചരങ്ങളെ, നക്ഷത്രങ്ങളെ ഒക്കെയുള്ള വിശ്വം, ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ദിവസമാണ് പറയുന്നത്. കോസ്മിക് ഇയറാണ്. അതിനകത്ത് ഒരു ചെറിയ കറക്കമായി ഭൂമി. ഭൂമിക്ക് ചുറ്റും ദാ ഇങ്ങനെ ചന്ദ്രൻ, 2 പേരും ചേർന്ന് സൂര്യന് ചുറ്റും ദാ ഇങ്ങനെ. അതല്ല, അങ്ങനെ വന്ന് പ്രായം ബാധിക്കാത്തവനായി ആദം. ഒരുത്തൻ പറഞ്ഞ ആദം 930 വർഷം വരെ ജീവിച്ചിരുന്നുള്ളൂ, ഭൂമിക്ക് 6000 വർഷമാണ്. എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞ ആദമിൻ്റെ 1 വയസ്സൊന്ന് കൂട്ടിത്താ. എന്നായിരുന്നു ആദമിൻ്റെ 1 വയസ്സ്? അങ്ങനെ പറയാം, അത് താങ്കൾ കൂട്ടാൻ. ഞാൻ പറഞ്ഞു, ഞാനല്ലല്ലോ ആർഗ്യുമെൻ്റ് കൊണ്ടുവന്നേ, ഇങ്ങേറെ ആർഗ്യുമെൻറ്റിന് ഞാനാണോ എവിഡൻസ് കൊണ്ടുവന്നത്? അങ്ങനല്ല. എന്താണെന്നറിയണ്ടേ? പാപം ചെയ്യാത്ത ആദമിന് പ്രായമില്ല എന്ന് പിടിയിട്ടില്ല. എന്താണ് ഈ പ്രായം? പറയാം. കാലം നമ്മെ ആക്രമിക്കുന്നതാണ് പ്രായം. കാലം നമ്മളെ ആക്രമിക്കുന്നില്ലെങ്കിൽ തല നരയ്ക്കില്ല, കണ്ണ് കുഴിയില്ല, കവളൊട്ടൂല, കാഴ്ച കുറയില്ല, ഓർമ്മശക്തി കുറയില്ല, ഒരുപോലെ ഇരിക്കുന്ന ഒരു മാറ്റം ഉണ്ടാവില്ല. പക്ഷേ ഇപ്പം ഇതൊക്കെ ഉണ്ടാകാൻ കാരണം എന്തറിയണ്ടേ? നമ്മളെ മരണത്തിലേക്ക് പതുക്കെ നടന്നെടുക്കുക. ഓരോ പ്രായം ഓർപ്പിക്കുന്ന അതാണ്. ഞാൻ വീട്ടിൽ 3 മക്കളെ ഇരുത്തി ഇത് ക്ലാസ് എടുത്ത ശേഷം അവർക്ക് ബർത്ത്ഡേ ആഘോഷിക്കാൻ ഒരു താല്പര്യമില്ല. കാരണം മരണത്തോട് നമ്മൾ അല്പം കൂടി അടുക്കുക എന്നറിഞ്ഞപ്പോഴാണ് അതിവിടെ വേണ്ടെന്ന് പറഞ്ഞു. ബർത്ത്ഡേ ആഘോഷം വേണ്ട, ഓരോ ബർത്ത്ഡേയും നമ്മൾ മരണത്തോട് കുറേ കൂടി അടുക്കുക. നമ്മളെ ഇങ്ങനെ മരണം വഴി കടത്തിവിട്ട് ശുദ്ധീകരിച്ച് പുതുമനുഷ്യനായി ഉയർപ്പിച്ച്, അല്ലെങ്കിൽ രൂപാന്തര ശരീരികളായി പുതുലോകത്തേക്ക് കൊണ്ടുപോകണം. പാപം ചെയ്യുന്നില്ലെങ്കിൽ ആദം അതേ ശരീരത്തിൽ യുഗായുഗങ്ങൾ വസിക്കും. അതിനാ ജീവവൃക്ഷം, നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം. ഇതൊന്നും കാണാൻ വച്ചല്ല, ഇത് സമയത്തിന് കൊടുക്കാൻ വച്ച, ഇപ്പോഴല്ല, നമുക്ക് തോന്നുമ്പോഴല്ല. തെളിവെന്താ അറിയണ്ടേ? ജയിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിൻ്റെ ഫലം കാണാൻ കൊടുക്കുമെന്നല്ല, തിന്മാൻ നമുക്ക് വച്ചിരിക്കുന്ന ഒരു ദിവസം. എന്നിട്ടേ മനുഷ്യൻ ആ വിധത്തിൽ അഭിവൃദ്ധിപ്പെട്ട് പൊതുവാന ലോകത്തിലേക്ക് പറിച്ചു നട്ട് അതിൻ്റെ ക്യാപിറ്റൽ സിറ്റി എന്ന് വിശേഷിപ്പിക്കാവുന്ന തൻ്റെ കാന്തയായ സഭയും ആ കർത്താവ് ഒരുമിച്ചുള്ള ആ പുതിയ യെരൂശലേം എന്ന മനോഹര നഗരം കാട്ടിയിട്ട്, ആ നഗരത്തിൽ ഇപ്പം നിങ്ങൾക്ക് കാണാം ഒരു പുതിയ സമയക്രമം, അവിടെ ഒരു പുതിയ മാസ സംവിധാനം. ആ മാസ സംവിധാനത്തിൻ്റെ ക്രമം പറയുകയാണ്. അവിടെ രാത്രിയില്ല. നമ്മുടെ ക്ലാസ്സിലെ പീരിയഡുകൾ പോലെ ഒരു സമയക്രമം വച്ചിട്ട് മാസത്തിൽ അതത് തരം ഫലം കായ്ക്കുന്ന 12 വിധ വൃക്ഷം. ഇനി അടുത്താണ് അയച്ചു അപകടം ഉണ്ടാക്കുന്ന അടുത്തൊരു പാദത്തിലൂടെ പോകാം. വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. കണ്ടോ? ഇപ്പോഴും ചില ആൾ വിചാരിച്ചിരിക്കുന്ന അവിടെ സ്കോപ്പ് ഉണ്ടെന്നാണ് ഈ രോഗശാന്തിക്ക്. മനസ്സിലായില്ലേ? അത്ഭുത വീരശൂര പരാക്രമികൾ കൊടുത്തിരിക്കുക, അവിടെയും വഴിയുണ്ടെന്ന്, അവിടെയും വിടുതലാണ്. അല്ല, ഞാൻ അടുത്ത കാലത്ത് പ്രസംഗിച്ചേ നിത്യതയിലും കർത്തൃമേശ ഉണ്ടെന്ന് പറഞ്ഞു. വലിയ വിവാദമായിപ്പോയി ആ പാഠ വിഷയം. ഇതൊക്കെ എന്തോ ഈ പറയുന്നത് ചോദിച്ചു.
ഞാൻ ചങ്ങാതി ബൈബിളിൽ കിടക്കില്ലേ, മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ നിന്ന് ഇനി ഞാൻ കുടിക്കണേ പിതാവിൻ്റെ രാജ്യത്തിലുള്ളെന്ന് പക്ക എഴുതി വെച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താ? അവിടെ സംഭവമുണ്ട്, മനസ്സിലായോ? അവിടെ ഉണ്ട്. അതെന്തിനാണെന്നറിയണ്ടേ? നിത്യതയിൽ ചെന്നാലും മറക്കാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്, ക്രൂശ്. ഞാൻ വരുവോളം എൻ്റെ മരണത്തെ പ്രസ്താവിക്കും. അവിടെ ചൊല്ലുമ്പോഴും ക്രൂശിനെ ഓർക്കുന്നത് എന്തിനാണെന്നറിയണ്ടേ? പിന്നെ അവിടുന്ന് തന്നെ അതിൻ്റെ കാർമ്മികൻ നമ്മോട് കൂടെ കർത്താവ് കൊണ്ട്. കാരണം ആ ക്രൂശ് മരണമാണ് നമ്മളെ ഇവിടെ എത്തിച്ചതെന്നുള്ള നന്ദി കരറ്റാൻ അന്നും ഉണ്ടത്. വണ്ണൻ റൊട്ടിയൊന്നും ആയിരിക്കില്ല, മറഞ്ഞിരിക്കുന്ന മന്ന. ഹല്ലേലൂയ. ആരും ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ലാത്ത സവിശേഷതയുള്ള മനുഷ്യൻ മല്ലന്മാരുടെ ഭോജനം തിന്നു, ശക്തന്മാരുടെ ആഹാരം ഭുജിച്ചുകൊണ്ട് ആ സങ്കല്പലോകമെന്ന് എന്ന് പറയാവുന്ന സങ്കല്പങ്ങൾക്ക് അതീതമായ ആ ലോകത്തിരുന്നു കൊണ്ട് നമ്മൾ കർത്താവിനെ ആരാധിക്കും. ഇനി ആ രോഗശാന്തി, ഇവിടെ കിടക്കുന്ന ഗ്രീക്ക് പദം, ഇതിൻ്റെ ഇല കഴിച്ചാൽ തെറാപ്പിയോൺ സംഭവിക്കും. തെറാപ്പിയോൺ, യു നോ വാട്ട് ഈസ് തെറാപ്പിയോൺ? നമ്മുടെ ജോയമ്മ ആൻറ്റി ഇവിടെ ഇരിപ്പുണ്ട്. ഇത് ഗ്രീക്കും ഹീബ്രുവും ഒക്കെ അരമായിക്കൊക്കെ അരച്ച് കലക്കി പഠിച്ച ഒരു കർത്തൃദാസിയാണ്. ഈ നാട്ടുകാരിയാണല്ലോ. ചോദിച്ചാൽ മനസ്സിലാവും. വാട്ട് ഈസ് തെറാപ്പിയോൺ? എന്താ തെറാപ്പിയോൺ എന്നറിയണ്ടേ? നിങ്ങൾക്കറിയാം തെറാപ്പി ആ പദമൊക്കെ വന്ന അവിടുന്ന്. നിങ്ങൾ ഈ മെഡിക്കൽ ലൈനിൽ ഉപയോഗിക്കുന്ന പല പദവും നമ്മുടെ പുസ്തകത്തിൽ നിന്ന് പോയതാ, നീനകത്തുനിന്ന് പോയതാ. ഗുനൈ, യേശു തൻ്റെ അമ്മയായി മറിയെ വിളിച്ചു ഗുനൈ, അർത്ഥം സ്ത്രീയെ. ഗുനൈ അതിൽ നിന്ന് ഗൈനക്കോളജി. പൈഡിയ അതാ കുഞ്ഞ്, പീഡിയാട്രീഷ്യൻ അതിൽ നിന്നുണ്ടാകുന്ന. ഒഫ്താൽമോസ് അതാ കണ്ണ്. ഞാൻ നിൻ്റെ ഹൃദയങ്ങളെയും ഉൾപ്പൂവുകളെയും അറിയുന്ന ദൈവം. എനിക്ക് എൻ്റെ കാർഡിയ കായ് നെഫ്രോൺ ഇത് രണ്ടും അറിയാവുന്ന. ഗ്രീക്കിൽ കിടക്കുന്ന ഇങ്ങനെ ചുരുക്കത്തിൽ നമ്മുടെ ഇന്ന് പോയ സാധനമൊക്കെ ഉള്ളെന്ന്. ഇതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങളെ ശാസ്ത്രം പഠിപ്പിക്കാൻ വരിക. മനസ്സിലായില്ലേ? വളർന്നിട്ടില്ലതിന് ആകുമ്പോൾ ഞങ്ങൾ പറയാം. മനസ്സിലായില്ലേ? പ്രാർത്ഥനാ മനുഷ്യരായ ആയിരക്കണക്കിന് സയൻറ്റിസ്റ്റുകളെ ഉൽപ്പാദിപ്പിച്ച മാർഗമാണ് ക്രിസ്ത്യാനിറ്റി. ലോകത്ത് പ്രതിഭാശാലികൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം നോബൽ പ്രൈസ് ആണെങ്കിലേ അത് കരഗതമാക്കിയ 69% ആളുകളെ ഈ പുസ്തകം വായിച്ചവരാ. പഴയ നിയമമോ പുതിയ നിയമമോ വായിച്ചവർ. അഭിമാനമല്ലേ? ഞങ്ങളെ ശാസ്ത്രം പഠിപ്പിക്കാൻ ഇറങ്ങിയ രവിമാഷിൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ശതമാനക്കണക്ക് കേൾക്കണോ? നൊബേൽ പ്രൈസിൻ്റെ 9%. ഇതും കൈവച്ചോണ്ടാണ് വരുന്നത് ഞങ്ങളുടെ അരികിലേക്കോ. വില മനസ്സിരിക്കട്ടെ, അത് കൈവച്ചാൽ മതി, എടുക്കൂല ഇങ്ങോട്ട്. എന്തിനാ പറഞ്ഞേ? ഈ പുസ്തകം പഠിച്ചവർക്കൊക്കെ ഒരു കാര്യം മനസ്സിലാവും. നമ്മൾ ഉൽപ്പാദിപ്പിച്ച പ്രതിഭകളെ കേൾക്കണ്ടേ? ഗ്രിഗർ മണ്ടൽ, ആൽബർട്ട് ഐൻസ്റ്റീൻ, ഐസക് ന്യൂട്ടൺ, മൈക്കൽ ഫാരഡേ. എത്ര പേരെ വേണം? നിങ്ങളുടെ ഒന്ന് പറഞ്ഞ് കേൾക്കട്ടെ. ഒന്ന് പറ, ശ്വാസം വിടാതെ. അണ്ട് ഈ പുസ്തകം കാലത്തെ അതിജീവിച്ച ഉജ്ജ്വലമായ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ക്രോഡീകരിക്കപ്പെട്ട രേഖയാണ്. നീട്ടണില്ല. ഇന്നേ ഇവിടം വിട്ട് പിരിയുമ്പോൾ ഒരു കാര്യം ആലോചിച്ചോണം. ഈ പുസ്തകത്തിന് തെറ്റുപറ്റിയിട്ടില്ല. തെറാപ്പി കിട്ടുമെന്ന് ഈ ഇല കഴിച്ച എന്താണെന്നറിയണ്ടേ? പറയാം. ഈ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഒരു ഇലയുടെ ഗുണം ദൂതൻ പറഞ്ഞു കൊടുക്കുക അങ്ങോട്ട്. കുഞ്ഞേ, നമ്മൾ ചോദിക്കല്ലേ, ഓരോ മരം കണ്ടാൽ ഓരോരുത്തരോട് ചോദിക്കല്ലേ, പപ്പായോടൊക്കെ പണ്ട് ചോദിക്കില്ല ഇതെന്താ? നമ്മുടെ പപ്പായും മമ്മിയൊക്കെ പറഞ്ഞ പകുതിയും കൊള്ളാത്ത കാര്യങ്ങളായിരുന്നു. അന്നേരം നമ്മുടെ കരച്ചിൽ മാറ്റാൻ വേണ്ടി പറഞ്ഞു വെച്ച കാര്യമല്ല നമ്മുടെ മനസ്സിൽ കിടക്കുന്നു. മനസ്സിലായില്ലേ? നമ്മുടെ ഓയൻവീടിൻ്റെ കവിതയിൽ കുഞ്ഞു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യങ്ങൾ വളരെ നിഷ്കളങ്കമായിട്ട് ആ മറുപടിയേ പറയാറുള്ളൂ. എന്തിനെ പൂക്കൾ വിടരുന്നു ഉണ്ണിയെ കാണാൻ കൊതിച്ചിട്ട്, എന്തിനെ തുമ്പികൾ പാറുന്നു ഉണ്ണിയെ കാട്ടിക്കൊതിപ്പിക്കാൻ. അപ്പോൾ കവിക്ക് അത്രേ പറയാൻ പറ്റൂ, അമ്മയ്ക്ക് ഇത്രേ പറയാൻ പറ്റൂ. പക്ഷേ ഈ അറിവിൻ്റെ മുമ്പിൽ പതറി നിൽക്കുന്ന യോഹന്നാൻ ദൂതൻ്റെ അടുത്ത് ചോദിക്കുക, ഇതൊക്കെ എന്താ? ഈ മരം എന്താ? ഇത്തരമൊരു മരം ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതിൻ്റെ ആകർഷണീയത അമ്പരപ്പിച്ച് നിൽക്കുക. പറയാ കുഞ്ഞേ, ഇതിൻ്റെ ഇല കഴിക്കുമ്പോൾ തെറാപ്പി എന്നാന്നറിയണ്ടേ? ഇതങ്ങോട്ട് കഴിച്ചു കഴിയുകയും കഴിച്ച ആൾ എനർജറ്റിക് ആകുന്നു. ഇതിൻ്റെ ഗുണമാണ് പറയുന്നത്, അല്ല രോഗം മാറുമെന്നല്ല. എന്നാൽ രോഗം അവിടെ ഇല്ല. മനസ്സിലായില്ലേ?
രോഗമൊക്കെ ഈ ഭൂമിയിലാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ രോഗശാന്തി ഉള്ളത്. ചില ആൾ പറയും ദൈവം ആ വന്ന വഴിക്ക് രോഗശാന്തി എല്ലാടെ പിൻവലിച്ച് ദൂരോട്ട് കളഞ്ഞു. ഇപ്പോൾ നമ്മുടെ ഈ ആകപ്പാടൊരു പുസ്തകമുള്ള രോഗശാന്തിക്ക് പകരം ഈ പുസ്തകം. ഞാനൊരുത്തോട് ചോദിച്ചു, ഈ പുസ്തകം കൈ വന്നപ്പോഴാണോ, പ്രിൻ്റ് ചെയ്തപ്പോഴാണോ, കൗൺസിൽ കൂടി തീരുമാനിച്ചപ്പോഴാണോ, എപ്പോഴാണ് ഈ രോഗശാന്തി തീർന്നേ? ഇന്ന് വരെ ഉത്തരം കിട്ടിയിട്ടില്ല. ഇനിയും പറഞ്ഞാലും മതി, സമയമുണ്ടേ. ഭൂമിയിൽ വെച്ച നമുക്ക് രോഗശാന്തി, ഭൂമിയിൽ വെച്ച കൃപാവരങ്ങൾ, ഭൂമിയിൽ വെച്ച പ്രവചനം, ഭൂമിയിൽ വെച്ചാണ് ഇത്തരം വരങ്ങൾ തന്നത്. ഈ വരങ്ങൾ അംശമാണ്. ഒരു ദിവസം ഇതങ്ങ് നീങ്ങിപ്പോവും. ഇത് വേണ്ടാത്തൊരു ദിവസമുണ്ട്. എപ്പോഴാ? നമ്മൾ കർത്താവിനെ മുഖാമുഖം കാണുമ്പോൾ. തെളിവിടെ വേണോ? 1 കൊരിന്ത്യർ 1:7 എഴുതി വെച്ചിരിക്കുക, ഇങ്ങനെ ഒരു കൃപാവരങ്ങളിലും കുറവില്ലാത്തവരായി നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. അവിടെ പറഞ്ഞു പാതി വരവില്ലാതെ കാത്തിരിക്കുന്നല്ല, ഒരു കൃപാവരങ്ങളിലും കുറവില്ലാത്തവരായി യേശുവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. കണ്ടല്ലോ. സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞ് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ഒരുത്തം പറയാ, മകനെ ഇന്ന് പകൽക്കാലം എൻ്റെ ആലോചന നിന്നോട് അറിയിക്കട്ടെ. അപ്പോഴേ പറയണം, മോനെ ഇത് ഒറിജിനലല്ല, ഇത് ഗുമ്മിന് പറയുന്ന സാധനം, അത് കൈവച്ചു. ഇതും കൊണ്ടെങ്ങാനും കുട്ടിക്കാനും ഇറങ്ങിയേക്കല്ല ഈ സാധനം കൊണ്ട് ഗുമ്മിന്. മനസ്സിലായില്ലേ? ഞങ്ങളൊക്കെ അവിടെ ഉണ്ട്, ഏപ്പ് തിരിച്ചേ വിടുള്ളൂ. ഗുമ്മിന് പറയാൻ വേണ്ടി വന്ന. മനസ്സിലായില്ലേ? തെറ്റുപറ്റിയ തിരുത്തണം സുഹൃത്തെ, പരസ്യമായിട്ട് തിരുത്തണം. നമുക്കെല്ലാം തെറ്റുപറ്റൂലേ? ദൈവനാമത്തിൽ വേണ്ടിയൊന്നും പ്രൈസലോ ഒരു സന്തോഷമില്ലല്ലേ? പോട്ടെ. ഈ വചന വിട്ടിയുള്ള പരിപാടിയും ചെയ്യാൻ പാടില്ല. എന്നാ ചെറുപ്പക്കാരൊക്കെ മനസ്സിലാക്കണം. വില കൊടുത്ത പിതാക്കന്മാരൊക്കെ ഉണ്ട് ഒത്തിരി. അവരുടെ ആ കഷ്ടതയുടെ ചങ്കുറപ്പിലാണ് ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുന്നത്. 50-60 വർഷമൊക്കെ ഇവിടെ വന്ന് ഈ പുസ്തകം ഒന്ന് വെക്കാനും ഒരു തുള്ളി വെള്ളം കുടിക്കാനും അവകാശവും അവസരമില്ലാതെ കഷ്ടപ്പെട്ടവരുടെ വിയർപ്പിൻ്റെയും കണ്ണീരിൻ്റെയും ഉത്തരമാ ഇന്നിവിടെ ഇരിക്കുന്നത്. പിരിയുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചോണം. ഒരു കാലഘട്ടം കഴിയുമ്പോൾ കോടാനുകോടി കരുത്തരായി വലിയൊരു സമൂഹത്തെ നമ്മുടെ മുമ്പിൽ തരാൻ ദൈവം ശക്തനാണ്. സ്തോത്രം. അപ്പോൾ ഇത് രോഗശാന്തി അല്ല. നമുക്ക് നിത്യത ചെല്ലുമ്പോൾ പ്രവചനം വേണ്ടാത്ത എന്താണെന്നറിയണ്ടേ? പറയടാ, പ്രവചനങ്ങളുടെ പൊരുളായവനെ, വെളിപ്പാടിൻ്റെ സ്രോതസ്സായവനെ ഞാൻ മുഖാമുഖം ഇങ്ങനെ കണ്ട് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് നിൽക്കവേ അംശമായതൊക്കെ ഭൂമിയിലേക്ക് കളഞ്ഞു. ഇനിയൊന്നും വേണ്ട. അതാ നിത്യത. ഒറ്റ പോയിൻ്റ് പറഞ്ഞ് ഞാൻ നിർത്താം. അപ്പോൾ ആ ടൈം എത്തും. ഇവിടെ ജോസ് പത്തനാവരും ജെറുസലേം വോയിസും സഹോദരന്മാരും നല്ല സൂപ്പർ പാട്ടാണ്. പക്ഷേ ഈ പാടിയ പാട്ടടക്കം പലതും നമുക്ക് സ്വർഗത്തിൽ വേണ്ട. അവരെ കുഴപ്പമില്ല. നമ്മളെല്ലാം പാടുന്ന പാട്ട് ഈ ഭൂമി കൊണ്ട് തീരേണ്ട പാട്ടുകളാണ് 90%. ചിലത് അങ്ങേയും കൊണ്ടുപോകാം. സ്തുതിഗീതം അവിടെയും വേണമല്ലോ. എന്നാൽ ചിലത് വേണ്ട. കർത്താവുതാൻ ഗംഭീരനാഥത്തോടും അവിടെ വേണ്ട. നമ്മൾ ചെന്നല്ലോ. അല്ല, നമ്മളെല്ലാം ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിരുന്നൊരുത്തം പാടുക താവുതാൻ മിണ്ടാടാന്ന് പറഞ്ഞു. ബൈറ്റേ അരേ ബൈറ്റോ അവിടെ ഇരി. പാട്ട് വേണ്ട അവിടെ. അതിനവിടെ സ്പേസ് ഇല്ല. എന്താണെന്നറിയണ്ടേ? നമുക്കിവിടുന്ന് പാടുമ്പോഴൊക്കെ സ്വർഗം ഒരു പ്രചോദനമാണ്. സ്വർഗത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മളെ ഇവിടെ വെച്ച് പ്രചോദിപ്പിക്കും. എന്നാൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടുത്തെ പ്രധാന പാട്ട് സ്വർഗത്തെക്കുറിച്ചല്ല, തങ്കത്തൊരു വീതിയല്ല, മനോഹരങ്ങളായ ഈ വീതിയുടെ നടുവിലെ സിംഹാസനമല്ല, ഇതുവഴി സ്വച്ഛന്തമൊഴുകുന്ന പളുങ്ക് നദിയല്ല. ഇതൊന്നുമല്ല. സ്വർഗത്തെ ത്രസിപ്പിക്കുന്ന, സ്വർഗത്തെ വികാരഭരിതമാക്കുന്ന ഒരു ഉള്ളടക്കം, അതിൻ്റെ ത്രെഡ്, അതിൻ്റെ പ്രമേയം ഭൂമിയിൽ നടന്ന ഒരു സംഭവം. ഭൂമിയിൽ എവിടെയെന്നറിയണ്ടേ? അങ്ങ് ഗോൽഗൊതായിൽ ചൊരിയുന്ന പുണ്യാക രക്തം കണ്ടിട്ടേ ദൂതഗണങ്ങൾ ആർത്തുപാടുക, അറുക്കപ്പെട്ട കുഞ്ഞാടേ നിനക്കു മഹത്വം, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ജാതിയിലും ഭാഷയുമുള്ള ഞങ്ങളെ ദൈവത്തിനായി വിലക്കി വാങ്ങി. അപ്പം നിത്യതയിൽ ചെന്നാലും ക്രൂശീകരണം പാടാവുന്ന പാട്ടാണെന്ന്. അതാ ക്രൂശിൻ്റെ പവർ. ആ ക്രൂശിനെ ഇന്ന് രാത്രി വികർത്തിക്കൊണ്ട് അങ്ങയുടെ ദാസന്മാരാ ഞങ്ങൾ ചേർന്ന്
ഒരേ സ്വരത്തിൽ ആ ക്രൂശിന്റെ മഹത്വവും ക്രൂശിക്കപ്പെട്ടവന്റെ മഹത്വവും ഇങ്ങനെ പ്രസ്താവിച്ചു കൊള്ളുന്നു. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവന്റെ രക്തത്തിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനമുണ്ട്. ആ മോചനം കൂടാതെ ഒരാൾ അകത്തോ പുറത്തോ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയാകുന്ന സുപ്രസാദകാലം, ഇപ്പോഴാകുന്ന രക്ഷാദിവസം, ഈ രക്ഷയ്ക്ക് ഹൃദയത്തെയും മനസ്സിനെയും ശരീരത്തെയും സമർപ്പിച്ചുകൊണ്ട് ഉജ്ജ്വലമായ ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ, ആ യേശുവിന് വേണ്ടി നിലകൊള്ളാൻ വചനം കേട്ട ഏവർക്കും അത്യുന്നതൻ കൃപയും ഭാഗ്യവും പ്രാപ്തിയും നൽകട്ടെ എന്നാഗ്രഹിച്ചും പ്രാർത്ഥിച്ചും ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.